ഹലോ. അപ്പോൾ ബുക്സ് ഓഫ് 2025 വായിച്ച പുസ്തകങ്ങളുടെ റീക്യാപ്പിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇത്തവണ വായിച്ചാൽ ഇംഗ്ലീഷ് പുസ്തകങ്ങളെ കുറിച്ചാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ലേഖ, യു വാണ്ട് കിക്ക് us off? ഓക്കെ, നിങ്ങൾ എല്ലാരും വായിച്ച ബുക്കാണ് പ്രോജക്ട് ഹെയിൽ മേരി. ആണ് വൺ ഓഫ് മൈ ബെസ്റ്റ് റീഡ്സ് 2025. അത്രയും കാലം ഞാൻ വായിക്കാത്തതിൽ എനിക്ക് വളരെ ഖേദമുണ്ട്. പക്ഷെ വായിച്ചപ്പോൾ ഐ വാസ് ബ്ലോൺ അവേ. ഐ തിങ്ക് യു ടോക്ട് അബൌട്ട് പ്രോജക്ട് ഹെയിൽ മേരി സോ മെനി ടൈംസ് ഓൺ ദിസ് ചാനൽ. ഇനി അതിനെ കുറിച്ച് സംസാരിക്കണം. പക്ഷെ എന്നാലും ഒരിക്കൽ എക്സ്പാൻഡ് കൂടെ ചെയ്യുന്നില്ല. പറയണം, സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് വായിക്കണമെങ്കിൽ വായിച്ചോ. അതെ, ബിക്കോസ് ഐ ഡോണ്ട് നോ ഹൗ ദ മൂവി ഈസ് ഗോയിങ് ടു ബി. പക്ഷെ ദ ബുക്ക് is it's out of this world in all senses. എനിക്ക് ആക്ച്വലി അഗൈൻ ബീറ്റൺ ടു ഡെത്ത് ടോപ്പിക്, ബട്ട് എനിക്ക് ഏറ്റവും ഇതിൽ സന്തോഷം ഉണ്ടായത്, ഐ തോട്ട് ആൻഡി വിയർ ഇസ് ഗോൺ വെൻ ഐ റെഡ് ആർടെമിസ്. ദിസ് വാസ് സോ റിഫ്രഷിംഗ്. ഹി ഈസ് ബാക്ക്. Unlike your normal gloomy morbid alien stories, this is refreshing because it's got beautiful friendship between രണ്ട് പ്ലാനറ്റ്സിൽ, രണ്ട് യൂണിവേഴ്സിൽ താമസിക്കുന്ന ആൾക്കാർ, രണ്ട് ഗാലക്സീസിൽ നിന്നുള്ള രണ്ട് വ്യക്തികളുടെ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് സയൻസ് ഓൾസോ ഐ തിങ്ക് മേഡ് സെൻസ് ടു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ്. പിന്നെ ഞാൻ വായിച്ചതിൽ ഓൾ ദ കളേഴ്സ് ഓഫ് ദ ഡാർക്ക് എന്ന് പറഞ്ഞ ക്രിസ് വിറ്റേക്കർ എന്ന് പറഞ്ഞൊരു ഓത്തറിൻ്റെ ഒരു ബുക്ക് ഉണ്ട്. അത് ഇറ്റ്സ് എ ലിറ്റററി ഫിക്ഷൻ ആണ്. അതിൽ ഒരു ചെറിയൊരു സ്മോൾ ടൗൺ US നടക്കുന്നൊരു കഥയാണ്. ഇതിലൊരു പയ്യൻ ഹി പ്രൊട്ടക്ട്സ് ഒരു ടീനേജ് ഗേൾ ഫ്രം ബീങ് അബ്ഡക്റ്റഡ്. എന്നിട്ട് ആ പെൺകുട്ടിക്ക് പകരം ഇവൻ അബ്ഡക്റ്റഡ് ആവും. And he is rescued. ആ റെസ്ക്യൂ സമയത്ത് he says there's another girl in there എന്ന് അവൻ പറയും. പോലീസ് സെർച്ച് ചെയ്യുമ്പം they don't find a trace of this girl. It's all in his imagination. Because he was a captive for about quite a long time. അപ്പം ജനറൽ എന്താ പറയുക, സൈക്യാട്രിക് അനാലിസിസ് ഒക്കെ കഴിയുമ്പം, because he was a child also, they say it's probably a figment of his imagination that kept him alive there. ആ ഇതില് സ്ഥലത്ത് ഇയാൾ ഉണ്ടാക്കിയെടുത്തൊരു ഇതാണ്. പക്ഷെ he keeps saying അല്ല, there was somebody else. ഈ ഒരു ട്രാക്ക് ഉണ്ട് where his entire life he tries to track down this girl. He is a painter എന്നുമാണ്. He has a best friend ഇതില്. പുള്ളിക്കാരത്തിക്ക് ഇയാളായിരുന്നു ലോകം. they were like very good friends. Even abduction കഴിഞ്ഞ് ഇവൻ തിരിച്ചു വന്നു കഴിയുമ്പം he becomes a different person. Obviously his experiences are different. ഈ ഒരു ഫിഗ്മെന്റ് ഇമാജിനേഷനിലെ ഒരു ക്യാരക്ടർ, ഒരു പെൺകുട്ടി അവിടെ പിന്നെയും സ്റ്റക്ക് ആണെന്നുള്ള തോട്ട് ഇവനുണ്ട്. he goes into a very different space. And this story is also about people who are left behind after ഇങ്ങനെ ആളുകൾ കാണാണ്ടാവുമ്പം. we talk about കാണാണ്ടായ ആൾക്കാരുടെ എക്സ്പീരിയൻസസ്. പക്ഷേ ദ പീപ്പിൾ who are left behind, right, not immediate family. she's a very good friend. പുള്ളിക്കാരത്തി what she goes through എന്നുള്ളതും കൂടെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ബുക്കാണ്. And this book spans from when he was a young boy to when he was quite old as well. So there is ആ ഒരു സ്പേസ്, ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുള്ളി റിട്ടൺ ഒരു ബുക്കാണ്. If you haven't read, ഞാൻ quite surprised. എനിക്ക് തോന്നുന്നു ഞാനിത് ബുക്ക് മാറി എടുത്തതാണ്. ഓൾ ദ മറ്റേ വേറൊന്നുണ്ട്, ഓൾ ദ ലൈറ്റ് വി കനോട്ട് സീ. മോനെ ഉഗ്ര സാധനം. അത് ബുക്ക് മാറി എടുത്തതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ ദിസ് വാസ് എ വണ്ടർഫുൾ റീഡ്. ഇത് ഞാൻ നോക്കിയിട്ട് ഇതൊരു ഇറ്റ്സ് എ അവാർഡ് വിന്നിംഗ് ബുക്ക്. അതൊന്നും അപ്പൊ എടുത്തപ്പോ എനിക്ക് അങ്ങനെ നോക്കിയെടുത്തതല്ല ഞാൻ. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റഡ് ആയതായിരുന്നു ആ ബുക്കിൽ. നമ്മൾ കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഞാനൊരു ബുക്ക് വായിച്ചിട്ട് ക്യാരക്ടേഴ്സിൽ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റഡ് ആവുന്നത്. All the Colors of the Dark was one of those books. പിന്നെ എനിക്ക് Cold Cases, Anoop, if you've got a series for you. Jesse Adler Olsen എന്ന് പറഞ്ഞിട്ട്, I think he's Department Q? Danish. Department Q.
സിനിമ കണ്ടതാണ്. Department Q-ന്റെ last Series. book released last year. But I think he's continuing to write. പക്ഷെ ഈ The Locked In എന്നാണ് ആ ബുക്കിന്റെ പേര്. ലാസ്റ്റ് ഓഫ് ദ ബുക്സ് ആണ്. It completes the series of Department Q. എല്ലാവരുടെയും Department Q തുടങ്ങുന്നത് ഇതൊരു നെയിൽ ഗൺ കേസ് വെച്ചാണ് തുടങ്ങുന്നത്. എന്താണ് കാൾമാർക്ക് എന്ന് പറഞ്ഞിട്ട് ക്യാരക്ടറിന്റെ അയാള് ഹീസ് അണ്ടർ സസ്പിഷൻ. ഇയാളുടെ കൊളീഗ് മരിച്ചു പോകുന്നു. ഹി സ്റ്റിൽ അണ്ടർ സസ്പിഷൻ. ഈ ബുക്കിൽ ഹി ഗോസ് ടു ദ ജയിൽ. He's put in the jail, and e-book, it ties up everything nicely. There are few things I'm like, ഇത്ര ഇഷ്ടപ്പെട്ടില്ല ചില കാര്യങ്ങൾ. പക്ഷെ ഇറ്റ്സ് ഓവർ, ഇറ്റ്സ് ഡൺ. ഡിപ്പാർട്ട്മെന്റ് ക്യൂ സീരീസ് ഇസ് ഡൺ. ഈ ബുക്കിൽ ഒരു പുതിയ കേസ് ഒന്നും ഇത് ചെയ്യുന്നില്ല. പക്ഷെ ഇറ്റ്സ് സ്റ്റിൽ എ ഗുഡ് റീഡ്. ഞാൻ 10-11 വർഷമായിട്ട് വായിച്ചുകൊണ്ടിരുന്ന ഒരു സീരീസിന്റെ എൻ്റെ ആണത്. Very satisfying for me to finish that series. എല്ലാവരുടെയും ബാക്ക് സ്റ്റോറീസിന് put to rest. അങ്ങനെ ഒരു ബുക്കാണ്. പിന്നെ ഏതായിരുന്നു നോക്കണം ആക്ച്വലി. പിന്നെ ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടൊന്നും എനിക്ക് വേറെ ആക്ച്വലി this, if you haven't read How to Spot a Fascist, it's ഒരു 3 essaysന്റെ ബുക്ക്. അത് അത്രേ ഉള്ളൂ സാധനം. Umberto Eco ഒരു ഇറ്റാലിയൻ ഓത്തറാണ്. he grew up during proper fascist era. മുസോളിനി ഇറ്റലി ഭരിച്ചിരുന്ന സമയത്ത് he was a youngster. He was part of ആ ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ. they believed actually Mussolini was doing really great things for Italy. അതിനൊരു 14 point ഇതുണ്ട് on how to spot a fascist, and I cannot tell you how scary this book is. ഇത്രയും ചെറിയ സ്പേസിൽ നമ്മളെ നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ്. ഇറ്റ് ടോക്സ് അബൌട്ട് ഹൗ ഈ 14 പോയിന്റ്സിൽ 1-2 പോയിന്റ്സ് ഇറ്റ്സ് ലൈക്ക് പീപ്പിൾ റിജക്ട് മോഡേണിസം ഫോർ ട്രഡീഷണലിസം. എല്ലാം പഴയതുണ്ടാകുന്ന സൂപ്പർ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അത്. ആൻഡ് how fascism permeates into ഒരു ജനറൽ സൊസൈറ്റി so that it becomes, നമുക്കത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റാതെ വരും. അതായത് അതിലൊരു പടമൊക്കെ ഉണ്ട് ആക്ച്വലി. എക്സ്ട്രീംലി ഫാസിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരും അല്ലാത്ത ആൾക്കാരും ഇതിന്റെ ഇടയിൽ വരുന്നവരും. ഇതിൽ ചില ഇപ്പൊ ഒരു grade 1 ഫാസിസ്റ്റ് ഉണ്ടാവും, പിന്നെ ഒരു grade 2 ഫാസിസ്റ്റ് ഉണ്ടാവും, ലൈക്ക് ആൻഡ് ഫൈനലി someone who's not fascist. And it talks about how dissent is seen as treachery. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. സോ ഐ വുഡ് റെക്കമെൻഡ് ദിസ് ഫോർ എവ്രിബഡി ഹു തിങ്ക് നമ്മളൊരു മൈൽഡ് ആയിട്ട് ഇതൊക്കെ ഓക്കെ ആണെന്ന് പറയുന്ന ആൾക്കാർക്ക് വായിക്കാൻ പറ്റിയ ബുക്കാണ്. കാരണം യു വിൽ റെക്കഗ്നൈസ് തിങ്സ്. ആൻഡ് എനിക്കിത് വായിച്ചു തുടങ്ങിയപ്പോൾ ലൈക്ക് ഓക്കെ മേ ബി ഐ ആം എ ഫാസിസ്റ്റ്. ഞാൻ ഫാസിസ്റ്റ് ആണോ എനിക്ക് സംശയം തോന്നുന്ന തരത്തിൽ നമുക്ക് പല കാര്യങ്ങളും. പക്ഷെ എന്നാൽ മൊത്തത്തിൽ ഇല്ലേനും. അപ്പൊ എല്ലാ പേരൻസും മക്കൾക്ക് ഫാസിസ്റ്റ് തന്നെയാണ്. അത് വേറെ അതല്ല. പക്ഷെ ഇത് ഫാസിസം ഇസ് നോട്ട് ഓൾവേസ് ഡിക്റ്റേറ്റർഷിപ്പ്. നോ, അതാണ് അതിലെ ഏറ്റവും സ്കെയറി പാർട്ട്. ബിക്കോസ് ഒരു സൊസൈറ്റി മൊത്തം പയ്യെ വേറൊരു സ്റ്റൈലിലേക്ക് നീങ്ങുകയാണ്. ഇറ്റ്സ് എ ഗ്രാജുവൽ ചേഞ്ച്, ഇറ്റ്സ് എ സ്കെയറി ചേഞ്ച്. റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കോട്ടുണ്ട്. Nobody wants democracy. Everyone wants a dictator that agrees with them. ഈ എസ്സേ ഫാസിസം എന്ന് പറഞ്ഞ എസ്സേയാണ്. ഈ ബുക്ക് വാങ്ങിക്കണമെന്നില്ല. ഇറ്റ്സ് പ്രോബ്ലി അവൈലബിൾ ഓൺ പബ്ലിക് ഡൊമൈൻ. ഫാസിസം എന്ന് പറഞ്ഞിട്ടൊരു എസ്സേ ആണിത്. ഫസ്റ്റ് ഇത്. അപ്പൊ അത് ഇറ്റ് ഷുഡ് ബി 1970s പുള്ളി എഴുതിയതാണ്. സ്റ്റിൽ വാലിഡ്, സ്റ്റിൽ. പിന്നെ സെൻസർഷിപ്പ് ആൻഡ് സൈലൻസ് എന്ന് പറഞ്ഞിട്ട് എസ്സേ ഉണ്ട്, വിച്ച് ഇസ് ഓൾസോ ഗ്രേറ്റ്. ആൻഡ് വി ആർ യൂറോപ്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ള വേറെ 3 എസ്സേ ആണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നി. അത് ഇഫ് യു ഗെറ്റ് എ ചാൻസ്, ഫാസിസം എന്ന് പറഞ്ഞിട്ട് എസ്സേ ഉണ്ട്, ഷുഡ് ബി അവൈലബിൾ ഓൺ പബ്ലിക് ഡൊമൈൻ. ഈ ബുക്ക് വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിലും അതൊന്നും എടുത്ത് വായിക്കുന്നത് വളരെ നന്നായിരിക്കും. ഡീറ്റെയിൽസ് ആരില്ല ഞാൻ പറയും. ഇത് വേറൊരെണ്ണമാണ്, സ്ട്രേഞ്ച് ഹൗസസ് ഉക്കേറ്റ്സു എന്നിട്ട്. കഥയൊക്കെ എനിക്കത് ഒരു വെറൈറ്റി ആയി തോന്നിയൊരു ബുക്കായതുകൊണ്ടാണ് കേട്ടോ.
അല്ലാണ്ട് കഥ ഭയങ്കര സൂപ്പറായിട്ടൊന്നുമല്ല. ഇങ്ങനെ പല പല വീടുകളുടെ പ്ലാനുകളും ഒക്കെ വെച്ചിട്ട് ഇതിന്റെ തന്നെ സ്ട്രേഞ്ച് പിക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് Pictures, ഒരെണ്ണം yeah. കൂടെ ഉണ്ട്. അതും സിമിലർ ആണ്. ഇതിൽ രണ്ട് മെയിൻ ക്യാരക്ടേഴ്സ് ആണ്, അവർ രണ്ടുപേരും തന്നെയാണ് ആ ബുക്കിലുള്ളത്. ഇതാണ് ഫസ്റ്റ് ബുക്ക്. ഇവർക്ക് സ്ട്രേഞ്ച് ഹൗസസിന്റെ ഇത് ഗോട്ട് ഇറ്റ് വെൻ ഐ വാസ് ട്രാവലിംഗ്. ഞാൻ ആസ് യൂഷ്വൽ വെൻ ഐ ട്രാവൽ ഐ ഗെറ്റ് കോ ട്രാവലേഴ്സിന്റെ കൂടെ സൈനൊക്കെ മേടിച്ചിട്ട് മെമ്മോറിയൽ ബുക്കും കൂടെയാണിത്. ബട്ട് ഇതില് ഓരോ 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 3-4 കഥകളാണ്. അപ്പൊ പല പല സ്ട്രേഞ്ച് പ്ലാനുകൾ കാണും. ചില മുറികൾക്ക് ജനാലകളില്ലാത്ത മുറികൾ. അപ്പൊ അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ എന്നുള്ളത് അന്വേഷിച്ചു പോകുന്ന കഥകളാണ് ഇതൊക്കെ, ഓരോ കഥകളും. പക്ഷെ കൊള്ളാം, നോട്ട് ബാഡ്. സോ ഉക്കേറ്റ്സുവിന്റെ ഇതിന്റെ മാങ്ക ഉണ്ട് അപ്പാരന്റ്ലി. മസ്റ്റ് ബി. അത് അല്ല, കാശ് ഇത് കൊടുത്ത് എന്ത് മേടിക്കണമെന്നൊന്നും genre ഞാൻ ആണ്? റെക്കമെൻഡ് ചെയ്യില്ല. എനിക്ക് ലൈബ്രറിയിൽ നിന്ന് മേടിച്ച് വായിച്ചാൽ നല്ലതായിരിക്കും എന്നാണ് എന്റെ ഒരു അഭിപ്രായം. സോറി, ഇത് ഏത് ജോൺറയാണ് ഈ ബുക്ക്? സ്ട്രേഞ്ച് ഹൗസസ് ത്രില്ലർ, ഒരു പ്രത്യേകതരം ജോണറാണ്. ത്രില്ലറാണ്. മിസ്റ്ററി. ജാപ്പനീസ് ആണ്. ജാപ്പനീസ് എന്ന് പറയുമ്പോൾ കണ്ടോ, വേറെ ഇതിന്റെ ജോൺറേ. ആർട്ട് വർക്ക് ഒക്കെ ഭയങ്കര സൂപ്പറാ. പിന്നെ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടില്ലേ, നല്ല കളറാണ്. എന്തോ മൊത്തത്തിൽ എനിക്ക് നിഞ്ചാക്കോ. കണ്ണടിച്ചു പോകുന്നൊരു കളർ. പിന്നെ കുറെ ഫുൾ ഇല്ലസ്ട്രേഷൻ ആണ്. ഓഡിയോ ബുക്ക് ആരും നേരത്തെ അയച്ച് വായിച്ചു നോക്കാൻ ശ്രമിക്കണ്ട. കാരണം ഇതിൽ മുഴുവൻ ഹൗസിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് വായിച്ചിട്ട് ഓഡിയോ ബുക്ക് വായിച്ചിട്ട് കഥ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വളരെ ഇത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബുക്ക് നമുക്ക് വെറുതെ ഇരുന്ന് വായിക്കാൻ പറ്റില്ല. കാരണം അതും ഇതൊക്കെ നോക്കി ഫോണൊക്കെ നോക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി പാടും നമുക്ക്. പിന്നെ നമ്മൾ അപ്പൊ എന്നിട്ട് നമ്മൾ ഈ കഥ വായിക്കുന്നു, പ്ലാൻ നോക്കുന്നു, കഥ വായിക്കുന്നു, പ്ലാൻ നോക്കുന്നു. വളരെ എൻഗേജിങ് ആയിട്ടൊരു പുസ്തകമായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് മേർഡർ മൈൻഡ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് കാർസ്റ്റൻ ഡുസെ എന്ന് പറഞ്ഞിട്ടൊരു ഡച്ച് ഓത്തറാണ്. അത് ആക്ച്വലി സീരീസ് ഉണ്ട് നെറ്റ്ഫ്ലിക്സിൽ അല്ലേ? സീരീസ് വന്നിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് എ ഫണ്ണി ബുക്ക്. ഫണ്ണി ആണത്. ഒരു അയാൾ എന്താ പറയാ, നമ്മള് ഈ അങ്ങനത്തെ ലോയേഴ്സിന് ഒരു പ്രത്യേക പേര്, അതായത് ഗാങ്സ്റ്ററിന്റെ ലോയറാണ് അയാള്. അതായത് ഗാങ്സ്റ്ററിന്റെ ബിസിനസ്സുകളെ വൈറ്റ് വാഷ് ചെയ്യലാണ് ഇയാളുടെ പണി. അപ്പൊ he'll never make, he's very rich, he'll never make it to be a partner because അയാളുടെ ക്ലയൻസ് മുഴുവൻ ഇങ്ങനത്തെ ആൾക്കാരായതുകൊണ്ട് he'll never make it. ബുക്കിന്റെ സ്റ്റാർട്ടിംഗിൽ he accidentally kills this gangster and that's where the book starts. And now he's in the middle of a gang war and he needs to manage. He's got 5 days. അതാണ് ബുക്ക്. And each he meets ഒരു മൈൻഡ്ഫുൾനെസ് കോച്ച്. എനിക്കതിലെ ഈ മൈൻഡ്ഫുൾനെസ് കോച്ചായിട്ട് ഇയാളുടെ കോൺവെർസേഷൻസ് ഉണ്ട് ഇതിൽ. അപ്പൊ ഇയാൾ പറയുന്ന ഒരു കാര്യം, നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്യണം. അപ്പൊ ഈ ഗാങ്സ്റ്റർ മരിക്കാനുള്ള കാര്യം തന്നെ അതാണ്. കാരണം ഇയാൾ കുട്ടിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യായിരുന്നു. ഗാങ്സ്റ്റർ ഇയാളുടെ കാറിന്റെ ബൂട്ടിൽ സ്റ്റക്കായിരുന്നു. കുട്ടിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഗാങ്സ്റ്ററിന്റെ കാര്യത്തിൽ ഇയാൾ കുറച്ച് സമയം കൊടുത്തു. അയാൾ ബൂട്ടിന്റെ അകത്ത് തട്ടിപ്പോയി. ഇതാണ് കഥ. അത് ബ്ലർബിലുള്ളതാണ്. ഇറ്റ്സ് നത്തിങ്, സ്പോയിലർ ഒന്നും അല്ല, ബ്ലർബിലുള്ളത് തന്നെയാണ്. അപ്പൊ ഇതിൽ ഈ മൈൻഡ്ഫുൾനെസ് കോച്ചിന്റെ ചില ഇതൊക്കെ എനിക്ക് ഭയങ്കര, എനിക്ക് ലൈഫിൽ അത് യൂസ് ചെയ്യാമെന്ന് തോന്നി. കോമഡിയാണ്, ത്രില്ലറാണ്. ആൻഡ് ദർ ആർ ദീസ് ടിഡ്ബിറ്റ്സ് ഓഫ് ബ്രിട്ടീഷ് കോമഡിയാണോ അത്? അല്ലല്ല, ഇതൊരു ഡച്ച് കോമഡിയാണെന്നാണ് എന്റെ വിശ്വാസം. something നെറ്റ്ഫ്ലിക്സ് സീരീസ് Scandinavian. ഉണ്ട് അതിന്റെ. ഓക്കെ. സ്കാൻഡിനേവിയൻ ആവാം കേട്ടോ. ആൻഡ് ലൈക്ക് ആ ഒരു സ്കാൻഡിനേവിയൻ ത്രില്ലേഴ്സിലുള്ള ഡാർക്ക്നെസ് ഉണ്ടല്ലോ, അതിങ്ങനെ പറയാതെ പറയുന്ന കുറെ, അതായത് ബേസിക്കലി ആള് തട്ടിപ്പോയിട്ടുണ്ടാവും, പക്ഷെ അത് പറയുന്ന രീതി മോർബിഡ് അല്ല, മോർബിഡ്സ് ആണ് പൊതുവെ സ്കാൻഡിനേവിയൻ ഇതില്. ബട്ട് യുനോ ആ ഒരു ഡാർക്ക് ഹ്യൂമർ അത് ഭയങ്കര. And the blurb is also very nice. I didn't kill anyone until I was 42. That's actually a little late on the side of my current professional environment. Admittedly, I did kill almost half a dozen in the week that followed. Adana in the blurb in the starting. And so, there you go. ഇതൊക്കെയാണ് എന്റെ മെയിൻ പുസ്തകങ്ങൾ. വേറെ അങ്ങനെ ബാക്കിയെല്ലാം ഇങ്ങനത്തെ കുറെ ത്രില്ലേഴ്സ്, നത്തിങ് സ്റ്റാൻഡ് ഔട്ട് ഒന്നും കാര്യമായിട്ടില്ല. പല ത്രില്ലേഴ്സ്, പലതരത്തിലുള്ള ത്രില്ലേഴ്സ്, പല ഓഥേഴ്സ്, പല അങ്ങനത്തെ കുറച്ചൊക്കെയാണ് എന്റെ മെയിൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഏറ്റുപിടിക്കാം.
ഞാൻ കുറച്ചധികം ഗ്രാഫിക് നോവൽസ് ആസ് യൂഷ്വൽ വായിച്ചു. ലൈബ്രറിയിൽ പോകുമ്പോൾ എപ്പോഴും ആദ്യം ചായുന്നത് ഗ്രാഫിക് നോവൽസിലോട്ടാണ്. കാരണം ബാക്കി പുസ്തകങ്ങൾ കാശ് കൊടുത്തും കിൻഡിലും ഒക്കെ വായിക്കാം. ഗ്രാഫിക് നോവൽസ് ഒക്കെ നല്ല വിലയാണ്. അപ്പം അങ്ങനെ അതിൽ വായിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ജുൻജി ഇറ്റോയുടെ നോ ലോങ്ങർ ഹ്യൂമൻ. ഇറ്റ് ഈസ് എൻ എക്സ്ട്രീംലി ഹോണ്ടിങ് പീസ്. പുള്ളി വേറൊരു ഓഥറിൻ്റെ കഥ എടുത്ത് മാങ്ക ആക്കിയതാണ്. ഇറ്റ് ഈസ് I would definitely rate it as one of the best. ജുൻജി ഇറ്റോയുടെ തന്നെ ടോമി വായിച്ചു. ടോമി വാസ് ഓക്കെ, നത്തിങ് ഗ്രേറ്റ്, ബട്ട് ഇറ്റ് വാസ് നോട്ട് ബാഡ്. പക്ഷേ ഇൻ നോവെയർ കമ്പയർഡ് ടു നോ ലോങ്ങർ ഹ്യൂമൻ. എനിക്ക് ഐ വുഡ് റേറ്റ് നോ ലോങ്ങർ ഹ്യൂമൻ ബെറ്റർ ദാൻ ഉസുമാക്കി, വിച്ച് ഇസ് സപ്പോസ് ടു ബി ജുൻജി ഇറ്റോസ് ബെസ്റ്റ്. എനിക്ക് ഉസുമാക്കിയേക്കാളും കൂടുതൽ നോ ലോങ്ങർ ഹ്യൂമനാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ പുള്ളിയുടെ തന്നെ ഒരു സ്റ്റിച്ചസ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം വായിച്ചു. വെരി ആവറേജ്. അപ്പോൾ അത് ഇലസ്ട്രേഷൻ ആയിരുന്നു ജുൻജി ഇറ്റോയുടെ. വെരി ആവറേജ്. പിന്നെ എനിക്ക് വേറെ നല്ല ഇഷ്ടപ്പെട്ടത് അമേരിക്കൻ ഗോഡ്സിൻ്റെ ഗ്രാഫിക് നോവൽ. ഐ തിങ്ക് ഐ എം പ്ലാനിങ് ടു പ്രോബബ്ലി ബൈ ഇറ്റ്. കാരണം അത്രയും നല്ല ആർട്ടാണ് അതിൻ്റെ. വളരെ എക്സ്ട്രീംലി വെൽ മെയ്ഡ് ആർട്ടാണ് അതിൻ്റെ. അമേരിക്കൻ ഗോഡ്സ് ആസ് എ ബുക്ക് ഇറ്റ് ഈസ് വെരി വേഗ് ആൻഡ് വെരി അബ്സ്ട്രാക്ട്. അപ്പം ആസ് എ ഗ്രാഫിക് നോവൽ അതെനിക്ക് കുറച്ചുകൂടി നല്ലപോലെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ വേറെ കുറച്ച് കാക്കറപ്പുക്കുറ സാധനങ്ങളൊക്കെ വായിച്ചു. അതൊന്നും ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് വർത്ത് ടോക്കിംഗ് അബൌട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സയൻസ് ഫിക്ഷനിൽ വൂൾ വായിച്ചു. നമ്മുടെ അതൊരു ഒരു സീരീസ് ആയിട്ടിപ്പോൾ നമ്മുടെ സൈലോ എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ആയിട്ട് വരുന്നതാണ്. ഇറ്റ് വാസ് എ വെരി വെൽ മെയ്ഡ് ബുക്ക് ഫോർ ഷുവർ. എനിക്ക് വളരെയധികം ഒരുപാട് ഞാൻ എൻജോയ് ചെയ്തു. ആ വേൾഡ് ബിൽഡിങ്ങും ഒക്കെ അത്യാവശ്യം നല്ലതായിരുന്നു. ഇറ്റ് വാസ് എ കൈൻഡ് ഓഫ് എ വെരി ഗ്രൗണ്ടഡ് സയൻസ് ഫിക്ഷൻ. പിന്നെ എനിക്കതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്, എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അതിൻ്റെ അവസാനം വന്നിട്ട് ഒരു Q&Aയിൽ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുന്നുണ്ട്. റാദർ ദാൻ ട്രൈയിങ് ടു എക്സ്പ്ലെയിൻ ദ സയൻസ് ഇൻസൈഡ് ദ നോവൽ, പുള്ളി ഒരു Q&Aയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അതിൻ്റെ സയൻസിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ഉള്ളവർക്ക് അതുവഴി പോകാം എന്നുള്ളതായിരുന്നു. പിന്നെ ഐ തിങ്ക് വായിച്ച പുസ്തകങ്ങളിൽ ഏറ്റവും ഹാർട്ട് വാമിങ് എന്ന് പറയുന്നത് ഫ്രെഡറിക് ബാക്ക്മാൻ്റെ മൈ ഫ്രണ്ട്സ് ആയിരുന്നു. അത് നമ്മുടെ പുള്ളിയുടെ എ മാൻ കോൾഡ് ഓവ് അതിൻ്റെ റൈറ്ററാണ്. പുള്ളിയുടെ പുസ്തകങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വളരെ യൂറോപ്യൻ സൊസൈറ്റിയാണ് അതിൽ മിക്കവാറും. അത് ഫീൽ ചെയ്യാം. ഇറ്റ്സ് എ വെരി മോഡേൺ യൂറോപ്യൻ സ്കാൻഡിനേവിയൻ സൊസൈറ്റി എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട് അതിൻ്റെ അകത്ത്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി യൂണിവേഴ്സലാണ് എന്നെനിക്ക് തോന്നി. പിന്നെ ഇറ്റ്സ് എ വെരി സിമ്പിൾ സ്റ്റോറി. ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. ഹീസ് ലൈക്ക് എക്സ്ട്രീംലി വെൽ ഓഫ്. പുള്ളിയുടെ പടങ്ങളൊക്കെ ഒരുപാട് ലക്ഷങ്ങൾ കോടികൾക്ക് വിറ്റുപോയതാണ്. ഹീസ് അബൌട്ട് ടു ഡൈ. അപ്പോൾ പുള്ളിയുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് ആർട്ടിസ്റ്റ് ഒരു ലാസ്റ്റ് വിഷ് പറയും. ഹീ മെയ്ഡ് എ പെയിൻറ്റിങ് ഓഫ് ഒരു ജെട്ടിയിൽ, ഒരു ബോട്ട് ജെട്ടിയിൽ 4 ഫ്രണ്ട്സ് കളിക്കുന്നത്, അവിടെ അതിന് ചാടിയിട്ട് വെള്ളത്തിൽ കളിക്കുന്ന പുള്ളിയുടെ ഒരു പടമുണ്ട് കടലിൽ. ആ പടം പുള്ളിയുടെ മാസ്റ്റർ പീസാണ്. അത് തിരിച്ചു വാങ്ങാൻ പുള്ളി പറയുകയാണ്. അപ്പം പുള്ളിയുടെ കയ്യിലുള്ള കാശ് മുഴുവനും കൊടുത്തു കഴിഞ്ഞാൽ പോലും ആ പടം തിരിച്ചു വാങ്ങാൻ പറ്റില്ല. ഇറ്റ് ഈസ് ദാറ്റ് എക്സ്പെൻസീവ്. ബട്ട് ഹി മേക്സ് ഹിസ് ഫ്രണ്ട് സെൽ എവറിത്തിങ് ഹി ഹാഡ് ബിക്കോസ് ദിസ് ഗൈ ഈസ് ഡൈയിങ് ആൻഡ് ബൈ ദാറ്റ് പെയിൻറ്റിങ് ബാക്ക്. അതാണ് it starts there and it goes in a parallel. ഒരു orphan girl who is kind of like the moment she turns 18 she's going to be kicked out of her
ഇപ്പോഴത്തെ ആ ജുവനൈൽ ഹോമിൽ. അപ്പോൾ ഹൗ ഹെർ ലൈഫ് ഇൻ്റർട്വൈൻസ് വിത്ത് ദിസ് ഫ്രണ്ട് ഓഫ് ദിസ് ആർട്ടിസ്റ്റ് ആൻഡ് ദ ആർട്ടിസ്റ്റ് എന്നുള്ളതാണ് വളരെ ടച്ചിങ് ആണ്. ആ സ്റ്റോറിയുടെ ഒരു 80%ഉം ഇറ്റ് ഈസ് ദി ബാക്ക് സ്റ്റോറി ഓഫ് ദിസ് ആർട്ടിസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദിസ് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ്. പിന്നെ കുറച്ച് ഓഫ് കോഴ്സ് ദാറ്റ് മോഡേൺ കറൻറ്റ് ടൈമിൽ നടക്കുന്ന സംഭവങ്ങൾ വിച്ച് ഇസ് മോർ ത്രില്ലിംഗ് ദാൻ ദ റെസ്റ്റ് ഓഫ് ദ ബുക്ക്. ഭയങ്കര ഈ ഫ്രെഡറിക് ബാക്ക്മാൻ്റെ പുസ്തകങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കോട്ടബിൾ കോട്ട്സ് അതിൻ്റെ അകത്തുണ്ട്. ലൈൻസ് ഒരുപാട് നമ്മൾ ഒരുപാട് വായിക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ അവസാനം ആകുമ്പോഴേക്കും കുറേ ലൈൻസ് നമ്മൾ ഹൈലൈറ്റ് വിടും. നോ എക്സെപ്ഷൻ വിത്ത് ദിസ് ബുക്ക് ഓൾസോ. ഭയങ്കര നല്ല ഒരുപാട് ലൈൻസ് ഉണ്ട്. ഐ മീൻ ഇതിലെ പ്രോട്ടഗണിസ്റ്റ് ഹാസ്, ഇതൊക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉള്ളത്, പ്രോട്ടഗണിസ്റ്റ് ഹാസ് എ ട്രോമ. അതൊക്കെ അതിനെക്കുറിച്ചുള്ള ലൈൻസ് ഒക്കെ ഭയങ്കര ടച്ചിങ് ലൈൻസ് ആണ്. ഐ കൺസിഡർ ബാക്ക്മാൻ ആസ് പ്രോബബ്ലി വൺ ഓഫ് ദ മോസ്റ്റ് എന്താ പറയണേ ഈസിയസ്റ്റ് റൈറ്റിംഗ് ആണ് പുള്ളിയുടേത്. ഭയങ്കര സിമ്പിൾ, ഭയങ്കര ഈസി റീഡ്. ഐ മീൻ ഇഫ് യു ലൈക്ക് ദ മാൻ കോൾഡ് ഓവ് അല്ലെങ്കിൽ ആ മാൻ കോൾഡ് ഓട്ടോ എന്ന് പറയുന്ന സിനിമ കാണുകയാണെങ്കിൽ, അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് വുഡ് ബി എ ഗുഡ് ബുക്ക് ഫോർ യു. It's hard hitting also. Like, അതെ. a man called Ovi'ല് there is ഇയാള് നെയ്ബറായിട്ട് ഫുൾ അടിയാ. അയാളുടെ ഫ്രണ്ട് ആയിരുന്നു, ഒരു ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. നെയ്ബറായിട്ട് അടിയാണ്. ഒരു കാറിന്റെ കാര്യം പറഞ്ഞു. കാറ് മേടിച്ചാണോ എന്താണ്ട് അടിയാ. പക്ഷെ ഇയാളുടെ ഫ്രണ്ടിനെ മറ്റേ കെയർ ഹോമില് വൈഫിന് നോക്കാൻ പറ്റില്ല എന്ന് ഗവൺമെന്റിന് മനസ്സിലാവും. ഹീസ് ദ ഫസ്റ്റ് വൺ ടു പുട്ട് അപ്പ് എ ഫൈറ്റ്. നമ്മളൊക്കെ കാണുന്നുണ്ട് നമ്മുടെയൊക്കെ ഫാമിലീസില് ഓൾഡർ ജനറേഷനിലെ ആൾക്കാർ തമ്മിൽ ഇടക്കിടക്ക് അടിയുണ്ടാവും. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ ഒരു ആവശ്യം വരുമ്പം ദേ ഓൾ കം ടുഗെദർ ആൻഡ് that's what human relations are about. You can disagree about a lot of things, but എനിക്കത് പുള്ളിയുടെ റൈറ്റിങ്ങിൽ എപ്പോൾ വായിച്ചാലും കരച്ചിൽ വരുന്ന ഒരു റൈറ്റിംഗ് ആണ്. അത് മൈ ഗ്രാൻഡ് മദർ സെൻസ് ഹെർ ലവ് ആൻഡ് അപ്പോളജീസ്. ഇതുമാതിരി ഒരു ഭയങ്കര രസമുള്ള കഥയാണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ മാൻ കോൾഡ് ഓവി ഇസ് ക്ലാസിക്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അനൂപും ക്രിക്കുമും കണ്ടിട്ടുണ്ടോ? കണ്ടാണ്. അതും ടോം ഹാങ്ക്സ് ടേക്സ് ഇറ്റ് ടു എ ഡിഫറെന്റ് ലെവൽ ഓൾ ടുഗദർ. ഞാൻ ആ The ബുക്ക് book വായിക്കുന്നതിന് starts മുമ്പ് so സിനിമ കാണുന്നത്. dark ആയിട്ട്. അയ്യോ, അത് ബുക്ക് വായിക്കണം കേട്ടോ. ബുക്ക് I don't know, ഭയങ്കര the movie ഡാർക്ക് കണ്ടിട്ടില്ല. ആയിട്ടാണോ? ഭയങ്കര ഡാർക്ക് ആയിട്ടാണോ? ഒരു പൂച്ച വരുന്നതാണ്. പൂച്ചക്കൊക്കെ പക്ഷെ ഇറ്റ്സ് എ ഗുഡ് ബുക്ക്. മൂവി ഡാർക്ക് എനിക്ക് അല്ല അല്ല മൂവി ഡാർക്ക് അല്ല. മൂവി ആ, ഡാർക്ക് അല്ല. അല്ല. മൂവി ഭയങ്കര Pleasant ലൈറ്റ് ആണ്. മൂവി എനിക്ക് സ്വീഡിഷ് ഓതേഴ്സ് പൊതുവേ ഇഷ്ടമാണ്. ദേ ഹാവ് എ സെൻസ് ഓഫ് ഹ്യൂമർ വിച്ച് ഇസ് അൺപാരലൽ സെൻസ് ഓഫ് ഹ്യൂമർ. നമ്മുടെ ജോനസ് ജോൺസൺ, ഓ the 100-year-old man who got out of the window and disappeared. സിമിലർ ആണ്. മറ്റേ ഫോറസ്റ്റ് ഗംപ് ഒക്കെ മാരെയാണ് അയാളുടെ ദ ഗേൾ ഹു സേവ് ദ കിങ് ഓഫ് സ്വീഡൻ. അത് ഇതേമാരെയാണ്. അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ മൊമെന്റ്സിൽ ദിസ് ഗേൾ ഇസ് പ്രസന്റ്. ഒരു ആഫ്രിക്കൻ ഇതിന്ന് രക്ഷപ്പെട്ട് വന്നൊരു പെൺകുട്ടിയാണ്. അയാളുടെ രസമുള്ള ബുക്കുകളാണ്. സ്വീറ്റ് റിവെഞ്ച് അതുമാരെ ഭയങ്കര രസമുള്ള ബുക്കാണ്. ലൈറ്റ് റീഡ്സ് പ്രൊഫറ്റ് ആൻഡ് ദ ഇഡിയറ്റ് അത് ഇതേമാരത്തെയാണ്. ഒബാമയൊക്കെ മീറ്റ് ചെയ്യുന്നത് ഒരു കഥയൊക്കെ ഉണ്ടായില്ലേ, നല്ല രസമുള്ളൊരു കഥയാണ്. സോറി. പിന്നെ വൺ ബുക്ക് വർത്ത് ഡിസ്കസിങ്, കാരണം അത് ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടാവും ആ ജോണർ. ഇഫ് യു ലൈക്ക് ദ റൊമാൻറ്റിക് സൂപ്പർ നാച്ചുറൽ കൈൻഡ്, സച്ച് ഷാർപ്പ് ടീത്ത് എന്ന് പറഞ്ഞൊരു പുസ്തകം. ഇറ്റ് കെയിം ഹൈലി റെക്കമെൻഡഡ്. സോ ദർ ഇസ് ദിസ് ഗേൾ ഹൂ ഇസ് വിസിറ്റിംഗ് ഹെർ സിസ്റ്റർ ഹൂ ഇസ് എക്സ്പെക്ടിങ്. ഒരു ദിവസം രാത്രി പുള്ളിക്കാരത്തേക്ക് ഒരു കാർ ഇടിക്കുകയോ അത് റോഡ് സൈഡിൽ എന്തോ കിടന്നിട്ട് പുള്ളിക്കാരി കാർ നിർത്തി എന്തോ ചെയ്യും. ഷീസ് ബിറ്റൺ ബൈ എ വെയർവോൾഫ്. അപ്പൊ പുള്ളിക്കാരത്തെ എന്നിട്ട് തിരിച്ച് വീട്ടിൽ വരുന്നു, സിസ്റ്ററിന്റെ കൂടെ താമസിക്കുന്നു.
she slowly starts realizing that she is turning into a werewolf. അതിന്റെ ഇടയില് പുള്ളിക്കാരത്തേക്ക് അമ്മയുമായിട്ട് പ്രശ്നങ്ങളുണ്ട്. പുള്ളിക്കാരത്തിയുടെ ചൈൽഡ്ഹുഡ് സ്വീറ്റ് ഹാർട്ട് ഉണ്ടായിരുന്നു. സോ തിങ്സ് സ്റ്റാർട്ട്സ് ഗെറ്റിംഗ് ബെറ്റർ വിത്ത് ഹിം. She starts getting closer to him. A relationship is developing and all of that, and then this complication starts, right? Pullikarthi, she starts turning into a werewolf. She has an absolutely no idea how to control this. ഒരു it never bores you. Chick flick ആണ് സാധനം. At the end of the day, it is a chick flick, but it is good fun. എനിക്ക് അത് ഒരുപാട് നല്ല ഹ്യൂമറും ഒക്കെയുള്ള ഒരു വെൽ റിട്ടൺ പീസ് ഓഫ് സാധനം. ഐ മീൻ ഇറ്റ്സ് നോട്ട് ട്രൈയിങ് ടു ബി വാട്ട് ഇറ്റ് ഇസ് നോട്ട്. കാര്യമായി ട്രൈ ചെയ്യുന്നില്ല. ഇറ്റ് ഡസ് ദിസ് മിക്സസ് ദിസ് ചിക്ക് ഫ്ലിക് ജോണർ വിത്ത് വെയർവുൾഫ് ജോണർ വെരി വെരി വെൽ. പേരാണെന്ന് പറഞ്ഞു നോടി. സച്ച് ഷാർപ്പ് ടീത്ത്. സച്ച് ഷാർപ്പ് ടീത്ത്. റേച്ചൽ ഹാരിസൺ. പിന്നെ റെഡ് റൈഡിംഗ് ഹുഡിന്റെ ഇത് മാറില്ലേ, വൈ ഡു യു ഹാവ് സച്ച് അത് തന്നെ അത് ബേസ് ചെയ്തിട്ടാണ്. സച്ച് ഷാർപ്പ് ടീത്ത് എന്ന് പറയുന്നത് നമ്മുടെ വുൾഫ് ആയതുകൊണ്ടുള്ള സംഭവമാണ്. പിന്നെ വേറെ എനിക്ക് എടുത്തു പറയാനുള്ളത് ഒരു ഓട്ടോബയോഗ്രഫി. ദിസ് അമേരിക്കൻ വുമൺ, നിങ്ങൾ അവരുടെ ഷോസ് ചിലപ്പോൾ കണ്ടു കാണും. ഹെർ നെയിം ഇസ് സർന ഗർഗ്. ഷീസ് എ അമേരിക്കൻ സ്റ്റാൻഡപ്പ് കൊമീഡിയൻ. പുള്ളിക്കാരത്തി ഒരു ദയവുമില്ലാതെ ഇന്ത്യൻസിനെ റോസ്റ്റ് ചെയ്യും, അമ്മായിയമ്മമാരെ റോസ്റ്റ് ചെയ്യും. ഭയങ്കര നല്ല വൺ ലൈനേഴ്സ് ആണ്. അതിലൊരെണ്ണം പറയുന്നുണ്ട്, എന്താണ് ആരോ പറഞ്ഞു വന്ന്, അമേരിക്കൻസ് ആരോ പറഞ്ഞു വന്ന്, ഇറ്റ്സ് അവർ 18th വെഡിങ് ആനിവേഴ്സറി. ആളുകളെല്ലാവരും ഓ വാവ് കൺഗ്രാറ്റുലേഷൻസ് 18 years, ദാറ്റ്സ് അമേസിംഗ് എന്നൊക്കെ പറയുമ്പോൾ പുള്ളിക്കാരത്തെ ആലോചിക്കുന്നത് ഇന്ത്യയിലാണെങ്കിൽ അത് പാർട്ടിസിപ്പേഷൻ പ്രൈസ് മാത്രമാണെന്ന്. ജിമ്മി ഫാലൻ ഷോയിൽ വന്നിട്ട് സംഭവം അതെ അത് ഉഗ്രനാണ്. ഭയങ്കര അൺഅപ്പോളജറ്റിക് ആണ്. ഭയങ്കര ഒരു രക്ഷയില്ല. ഐ മീൻ പുള്ളിക്കാരത്തി പറയുന്ന തമാശകള് ചിലപ്പോൾ നമുക്ക് ഭയങ്കര റൂഡായിട്ട് തോന്നും. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോൻ ഏതോ ഒരു വെള്ളക്കാരി പെണ്ണിനെ ലൈനടിക്കുക എന്നൊക്കെ പറയും. മറ്റേ കഴുത്തിൽ ടാറ്റുള്ള വെയിട്രസ് അല്ലേ നമുക്കറിയാം എന്നുള്ള രീതിയിൽ അവരെ ഭയങ്കരമായിട്ട് സ്റ്റീരിയോ ടൈപ്പ് ചെയ്യും, നമ്മളെ നല്ലപോലെ സ്റ്റീരിയോ ടൈപ്പ് ചെയ്യും. അത് ഒരു ദയവുമില്ല. അപ്പൊ people miss what she's trying to say. Correct. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പുള്ളിക്കാരത്തി. She's being sarcastic. അത് മിസ്സായിട്ട് why she ഒഫൻസ് എടുക്കുന്നവരുണ്ട്. ഒഫൻസ് എടുക്കുന്നവരുണ്ട്. പക്ഷെ വേറൊരു another stand-up comedy I used to follow, Vidya V എന്ന് പറഞ്ഞിട്ടൊരു, if you look at her comedy is also really നല്ല രസമുള്ള. Again, Indian, married to I think European കല്യാണം കഴിച്ചേക്കുന്നത്, got again 3 children, and her comedy is also quite nice. പക്ഷെ സർന ഗർഗ് is I like സർന ഗർഗ് പറയുന്നതാണ്, പുള്ളിക്കാരത്തിയുടെ പേര് ഝർണ എന്നായിരുന്നു ഇടാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അതില് സ്പെല്ലിംഗ് തെറ്റിച്ച് സർണ ആക്കിയതാണ്. സർണ എന്നൊരു വേർഡ് ഇല്ല ഹിന്ദിയിൽ. എന്നിട്ട് പറയണ ഞാൻ 3ാമത്തെ കൊച്ചാണ്, 2 പേര് ഇട്ട് കഴിഞ്ഞാൽ വീട്ടുകാർ പറഞ്ഞു വേലക്കാർക്ക് ഇട്ടു പറഞ്ഞു നിങ്ങൾ പേരിട്ടോന്ന്. അങ്ങനെ ഇട്ടതാണ് സർണ എന്നുള്ള പേര്. അതുപോലെ മറ്റേ ഇന്ത്യൻ വിമന് നെറ്റിയില് പൊട്ട് എന്തിനാ തൊടുന്നതെന്ന് ചോദിക്കുന്നു കല്യാണം കഴിയുമ്പോ. അപ്പൊ അവര് പറയണത് അത് ബേസിക്കലി അല്ലല്ല, എവിടെയാണ് ഇത് ബുള്ളറ്റ് എയിം ചെയ്യേണ്ടതെന്ന് നോക്കാനാണെന്ന്. So but the book, right, book is not all comedy. She had a very very rough life.
പുള്ളിക്കാരത്തിയുടെ അമ്മ മരിച്ചു 15-ാം വയസ്സിൽ. അതോടെ ഈ എൻ്റെ ഭാര്യ എപ്പോഴും പറയണതാണ് അമ്മ മരിച്ച അച്ഛൻ ചിറ്റപ്പനാവുന്നത്. അതുപോലെ തന്നെയാണ് അച്ഛൻ. അത് കഴിഞ്ഞതോടെ ഹി റിയലി വാണ്ടഡ് ടു ക്ലിയർ ദ ഹൗസ്, പ്രോബബ്ലി ഹി വാണ്ടഡ് ടു ഗെറ്റ് റീമാരിഡ് ഓർ വാട്ട് എവർ. 15-ാം വയസ്സിൽ ഇവളെ കെട്ടിച്ചയക്കാൻ ഒരു ശ്രമമൊക്കെ നടത്തി, പെണ്ണ് കാണിക്കാനൊക്കെ. പുള്ളിക്കാരത്തി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഷീ ലിവ്ഡ് ഇൻ ദ സ്ട്രീറ്റ്സ് ഫോർ എ ബിറ്റ്. എന്നിട്ട് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്ത്, ഓഫ് കോഴ്സ് പുള്ളിക്കാരത്തിൻ്റെ സിബ്ലിങ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ് ടുക്ക് ഹർ എ ലോട്ട് ടു കം ബാക്ക് ടു കം ടു ദ സ്റ്റാച്ചർ ഇൻ ലൈഫ് ദാറ്റ് ഷീ ഹാസ് കറൻ്റ്ലി. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തി എങ്ങനെ ഈ സ്റ്റാൻഡപ്പ് കോമഡി തുടങ്ങി എന്നൊക്കെയുള്ള, ഇറ്റ്സ് എ വെരി വെരി ഈസി റീഡ്. ബട്ട് അറ്റ് ദ സെയിം ടൈം യു ഡോണ്ട് റിയലൈസ് എന്ന് വെച്ചാൽ ഭയങ്കര എക്സ്ട്രീംലി വെൽ ഓഫ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ പോലും ഹൗ ഡിഫിക്കൾട്ട് ഈസ് ലൈഫ് എന്നുള്ളത്. ഹെർ ഫാദർ വാസ് എക്സ്ട്രീംലി വെൽ ഓഫ്. അങ്ങനെ ഇരുന്ന ഒരു മനുഷ്യനാണ് 15-ാം വയസ്സിൽ മോളെ കെട്ടിച്ചയക്കാൻ നോക്കിയതും. ഈ പുള്ളിക്കാരത്തി ഷീ ലിറ്ററലി ലിവ്ഡ് ഇൻ ദ സ്ട്രീറ്റ്സ്. ഷീ ടുക്ക് എ ഡംപ് ഇൻ ദ മോർണിംഗ്സ് ഇൻ ദ ആലീസ് ഓഫ് മുംബൈ. അപ്പം അത്രയും ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ കൂടെയൊക്കെ പോയതാണ്. സോ ഐ മീൻ ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ ഗുഡ് റീഡ്. അപ്പോൾ പിന്നെ വായിച്ചത് ഒഫീഷ്യൽ ഒരു എന്താണ്, ഒരു ലീഡർഷിപ്പിൻ്റെ ഒരു ബുക്ക് വായിച്ചായിരുന്നു. ജസ്റ്റ് എൻ്റെ വർക്ക് പ്ലേസിൽ ഒരു ലീഡർ പുതുതായിട്ട് ജോയിൻ ചെയ്ത് പുള്ളി റെക്കമെൻഡ് ചെയ്തതാണ്, ടീം ഓഫ് ടീംസ് എന്നും പറഞ്ഞിട്ട്. ഭയങ്കര കിടിലം പ്രിമൈസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഴുതിയത് ഒരു മിലിറ്ററി ആളാണ്. ഹി വാസ് പാർട്ട് ഓഫ് ദിസ് US ഓപ്പറേഷൻസ് ഇൻ മിഡിൽ ഈസ്റ്റ്. സ്റ്റാൻലി മക്രിസ്റ്റൽ എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ ഇവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ ഇറാഖിലെ അഫ്ഗാനിസ്ഥാനിലെയൊക്കെ മറ്റേ അൽ-ഖയ്ദയുടെ ആക്ഷൻസ് ഉണ്ടായിരുന്നത്, അൽ-ഖയ്ദയുടെ യൂണിറ്റ്സ് ഉണ്ടായിരുന്നു, അതിനെതിരെ ഫൈറ്റ് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇറ്റ് വാസ് എക്സ്ട്രീംലി ഡിഫിക്കൾട്ട് ടു ഫൈറ്റ് ദം. കാരണം ഈ ഇവർക്ക് US-ന് ടെക്നോളജി ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓൺ ദ ഗ്രൗണ്ട് ഉള്ള അൽ-ഖയ്ദയുടെ ആളുകളെ ഇവർക്ക് പിടിക്കാൻ പറ്റില്ല. കാരണം അവരുടെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കും എല്ലാം എക്സ്ട്രീംലി സൊഫിസ്റ്റിക്കേറ്റഡ് ആണ്. അപ്പം സോ വാട്ട് ഹി ഈസ് സേയിങ് ഇസ് ദാറ്റ് സി ദർ ആർ കോംപ്ലെക്സ് സിസ്റ്റംസ് ആൻഡ് ദർ ആർ കോംപ്ലിക്കേറ്റഡ് സിസ്റ്റംസ്. ഇത് കോംപ്ലെക്സ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ നെറ്റ്വർക്ക്സ് എല്ലാം വെരി ഡിഫിക്കൽട്ട് ടു ഫാദം ആണ്. ആൻഡ് ദെൻ ഇറ്റ് കീപ്സ് ഷിഫ്റ്റിംഗ്. സോ യുവർ എനിമി ഈസ് കോൺസ്റ്റൻ്റ്ലി ഷേപ്പ് ഷിഫ്റ്റിംഗ്. അപ്പോൾ അങ്ങനെ ഇവർ അതിനെ നേരിടാനായിട്ട് ഇവരുടെ ബ്യൂറോക്രാറ്റിക് സ്ട്രക്ചർ കംപ്ലീറ്റ്ലി ഇവർക്ക് അഴിച്ചു പണിയേണ്ടി വന്നു. ഇപ്പം ഇവർ പറയുന്നതാണ് ഏതോ ഒരു അറ്റാക്ക് ദേ കുഡ് ഹാവ് പ്രിവെൻറ്റഡ്. വാട്ട് ഹാപ്പൻഡ് വാസ് ദാറ്റ് ഇവരുടെ ഗ്രൗണ്ടിലെ ഏജൻസ് അതിനെക്കുറിച്ചുള്ള വാർണിങ്സ് അയച്ചായിരുന്നു. പക്ഷെ ഇത് ലെറ്റേഴ്സാണ് വരുന്നത്. ഈ ലെറ്റേഴ്സ് ഒരു മെയിൽ റൂമിൽ വായിക്കാതെ അട്ടി കിടന്നത്. എന്ന് വെച്ചാൽ അത്ര അധികം ലെറ്റേഴ്സ് വരുന്നുണ്ട്, അത് വായിക്കാൻ പറ്റാതെ. അപ്പം സോ ഇറ്റ് ഈസ് ഹൗ ദേ ചേഞ്ച്ഡ് ദെയർ ടീംസ് ഇൻ സച്ച് എ വേ ദാറ്റ് താഴെ ഒരു ലീഡറും അയാളുടെ അടിയിൽ ഇൻഡിവിജ്വൽസും ഉള്ളതിന് പകരം യു ക്രിയേറ്റ് എ പിരമിഡ് ഓഫ് ടീംസ് സോ ദാറ്റ് ഈച്ച് ടീം ഓപ്പറേറ്റ്സ് ലൈക്ക് വൺ പേഴ്സൺ. അങ്ങനെ ഇവർ റീസ്ട്രക്ചർ ചെയ്തതിൻ്റെ കഥയാണ്. സോ ഇറ്റ് വാസ് റെക്കമെൻഡഡ് ടു മീ ബിക്കോസ് ഇത് വർക്ക് പ്ലേസിലും അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഇതാണ്. കാരണം വെൻ യു ഹാൻഡിൽ കോംപ്ലെക്സ് പ്രോബ്ലംസ് യു റിയലി നീഡ് ഈ ഒരു ഹൈറാർക്കി മാത്രമാണ് ഉള്ളതെങ്കിൽ ഇറ്റ് ക്രിയേറ്റ്സ് ദിസ് പ്രോബ്ലം ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. അങ്ങനെ അതിനെക്കുറിച്ചുള്ള ഒരു പുസ്തകമായിരുന്നു. പിന്നെ പറയാൻ വിട്ടുപോയ ഒരു സാധനം, നിങ്ങൾ ദ വേഴ്സ്റ്റ് ജേർണി ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞൊരു പുസ്തകം കേട്ടിട്ടുണ്ടോ? നമ്മുടെ അമുൻസൺ സ്കോട്ടും അമുൻസനും സ്കോട്ട് ആൻഡ് ഹിസ് ടീം ഇവിടെ പോയത് അന്റാർട്ടിക്കയിൽ പോയതിൻ്റെ കഥയാണത്.
അപ്പോൾ അതിൻ്റെ ഗ്രാഫിക് നോവൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി ഫസ്റ്റ് പാർട്ട് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ഭയങ്കര നല്ല വെൽ മെയ്ഡ് സാധനമായിരുന്നു. ഇത് ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് റേറ്റഡ് ആസ് വൺ ഓഫ് ദ ബെസ്റ്റ് ട്രാവലോഗ്സ് ഇൻ ദ വേൾഡ് എന്നാണ് പറയുന്നത്. ദ വേഴ്സ്റ്റ് ജേർണി ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത്. അവരുടെ കംപ്ലീറ്റ് ബുദ്ധിമുട്ടുകളും ആ പോയതിലുള്ള കഷ്ടപ്പാടും ഒക്കെ ഉള്ളത്. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ അത്? കഥ അറിയാം. സ്കോട്ട് പോയിട്ട് ജസ്റ്റ് ബൈ ഡേയ്സ് ദേ ഹാഡ് വിസ്ഡ് ടു ബി ദ ഫസ്റ്റ് ഗ്രൂപ്പ് ഇൻ ദ പോൾ. അത് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് മരിച്ചു. സ്കോട്ടൊക്കെ മരിക്കുകയാണ് ചെയ്തത് അവസാനം. അതെ, തിരിച്ചു വരുന്ന വഴിക്ക് ഐ തിങ്ക് സ്പോയിലർ ആണോ എന്ന് അറിഞ്ഞൂടാ, ദേ ഗോട്ട് ഫുഡ് പോയ്സണിങ്. ഫുഡ് അവർ വെച്ചിരുന്നതിൽ മെറ്റൽ ലീക്ക് ചെയ്ത് ക്യാൻ ഫുഡ്സിൽ. ഷൂ കഴിക്കുമ്പോ കാലിന്ന് മറ്റേ വിരലൊക്കെ ഇളകി പോകും. പോകുന്നു. യുറീക്കയില് കണ്ടത് ഈ ഒരു നോവലൈസ് ചെയ്തിട്ട് വന്നിരുന്നു പണ്ട്, അങ്ങനെ വായിച്ചിട്ടുണ്ട്. ദ വേഴ്സ്റ്റ് ജേർണി ഇൻ ദ വേൾഡ്. പിന്നെ ഞാൻ ബേർഡ് വാച്ചറിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഇറ്റ് വാസ് അഗെയിൻ എ ഗുഡ് ഹൂ ഡൺ ഇറ്റ്. കുറച്ച് നാളായിട്ടൊരു നല്ല ഹൂ ഡൺ ഇറ്റ് വായിച്ചിട്ട് ഉണ്ടായിരുന്നു. വളരെ അറ്റ്മോസ്ഫിയറിക് ആയിട്ട് ബ്രിട്ടീഷ് സ്മോൾ ടൗണിൽ നടക്കുന്ന ഒരു മേർഡർ. A bird watcher gets murdered and his bird watcher friend investigates and finds it out. നല്ല സാധനമായിരുന്നു. പിന്നെ ഹൈലി റേറ്റ് ചെയ്തിട്ട് വന്നിട്ട് ഞാൻ വായിച്ച് എനിക്ക് ദേഷ്യം വന്നൊരു സാധനമാണ് ഡോണ്ട് ബിലീവ് എവറിഥിങ് യു തിങ്ക് എന്ന് പറഞ്ഞിട്ട് സാധനം. ഇറ്റ് ഈസ് അബൌട്ട് ഓവർ തിങ്കിങ് ആൻഡ് സിംപ്ലിഫയിങ് യുവർ ഓവർ തിങ്കിങ് പ്രോബ്ലംസ്. ബട്ട് ഐ ഡിഡ്ന്റ് ഫൈൻഡ് ഇറ്റ് ടു ബി worth my time. വായിച്ചു because it was a small read, but I don't think I gained much by reading that book. അതൊരു ഓഫീസിലൊരു ബുക്ക് ക്ലബിൽ നിന്ന് റെക്കമെൻഡ് ചെയ്ത് വന്നതാണ്. ഇറ്റ് വാസ് നോട്ട് ഗ്രേറ്റ്. പിന്നെ നമ്മുടെ കോൺവെർസേഷൻ കഴിഞ്ഞിട്ട് ഞാനൊരു 3 ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ബുക്ക് എടുത്ത് വായിച്ചു. ആദ്യത്തെ 3 ഇൻവെസ്റ്റിഗേറ്റേഴ്സ്, ദ സീക്രട്ട് ഓഫ് ദ ടെറർ കാസൽ. ആ നൊസ്റ്റാൾജിയ മുഴുവൻ തിരിച്ച് എൻജോയ് ചെയ്തു. It was not as creepy as it was in the beginning നമ്മൾ വായിച്ചപ്പോൾ ഉള്ളത്. പക്ഷേ that was good. പിന്നെ ഐ മീൻ ലാസ്റ്റ് വൺ ഇസ് നമ്മുടെ ജെസ്സി ഇൻഷോസ്പെ എന്ന് പറഞ്ഞിട്ടൊരു ഷീസ് ബെറ്റർ നോൺ ആസ് ദ ഗ്ലൂക്കോസ് ഗോഡസ്. പുള്ളിക്കാരത്തി കുറേ റിസർച്ചൊക്കെ ചെയ്യുന്നതാണ് ഗ്ലൂക്കോസ്, ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഫാറ്റ് ലോസ്, അതിനെക്കുറിച്ചൊക്കെ ഉള്ളത്. സോ പുള്ളിക്കാരത്തിയുടെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, ദ ഗ്ലൂക്കോസ് ഗോഡസ് മെത്തേഡ്, അല്ല ഗ്ലൂക്കോസ് റെവല്യൂഷൻ. ഗ്ലൂക്കോസ് ഗോഡസ് മെത്തേഡ് വേറെ ഉണ്ട്, ഗ്ലൂക്കോസ് റെവല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് അത് ബേസിക്കലി ബ്ലഡ് ഷുഗറിനെ എങ്ങനെ റെഗുലേറ്റ് ചെയ്യാം, എങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യാം എന്ന് പറഞ്ഞത്. ഇറ്റ് വാസ് എ ഗുഡ് ബുക്ക്. ഇറ്റ്സ് എ സ്മോൾ ബുക്ക്. പക്ഷേ പുള്ളിക്കാരത്തിയുടെ ഐ മീൻ ഷീസ് എൻ അതോറിറ്റി ഇൻ വെയിറ്റ് ലോസ്. ഇപ്പം പുള്ളിക്കാരത്തിയുടെ പുസ്തകമായിരുന്നു. ദാറ്റ്സ് അനദർ ബുക്ക് ദാറ്റ് ഐ റെഡ്. അതൊക്കെയാണ് നോട്ടബിൾ ബുക്സ്. ഇതിൻ്റെ ഇടയിൽ കുറേ കാക്കറ വിക്ര സാധനങ്ങളുണ്ട് which I am not getting into, but that concludes my English list. വേറെ അനുക്കും വലുത് ആഡ് ചെയ്യാനുണ്ടോ ഇംഗ്ലീഷിൽ? ഞാൻ ഒരു സിംഗിൾ ബുക്ക് ആഡ് ചെയ്യാം. ഞാൻ ഒരുപാട് വായിച്ചിട്ടില്ല ഈ വർഷം. ഇത് ഇതാണ് ഗോഡ്സ് ഗൺസ് ആൻഡ് മിഷണറീസ്. അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. മനു എസ് പിള്ളയുടെ ബുക്കാണ്. മനു എസ് പിള്ളയുടെ ബുക്സും പുള്ളിയുടെ വീഡിയോസും ഒക്കെ ഞാൻ സ്ഥിരം യൂട്യൂബിൽ കാണുന്നതാണ്. ജിമ്മി പോകുമ്പോൾ ബാക്കിയുള്ളൊരു പാട്ട് വെക്കും, ഞാൻ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എന്തെങ്കിലും കാണും. അപ്പൊ ഇതിന്റെ സ്റ്റോറി എന്ന് വെച്ചാല് ഈ റിലീജിയൻസ് തമ്മിലുള്ള ക്ലാഷ് ആണ്. ഇപ്പൊ മെയിൻലി ഇതില് ക്രിസ്ത്യാനിറ്റിയും ഹിന്ദുയിസമാണ്. ഒന്നുമില്ല, ഇങ്ങനെ ഫസ്റ്റ് റിലീജിയൻ വരുന്നതും ക്രിസ്ത്യാനിറ്റി വരുന്നതും ഇവിടെ വന്നിട്ട് അവര് ഇതൊന്ന് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്നതും അവർക്ക് കിട്ടുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അങ്ങനെ വെട്ടും കുത്തും അടിയൊന്നും അല്ല. അറ്റ്ലീസ്റ്റ് ഇനിഷ്യലി ഇറ്റ്സ് മോർ ലൈക്ക് നമ്മുടെ ഒരു വലിയ ഫാമിലിയാണ്. ഇവിടെ ത്രിമൂർത്തികളുണ്ട്, 330 ദൈവങ്ങളുണ്ട്, ഒരാളും കൂടെ അല്ലേ വന്നോട്ടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പം
ക്രിസ്ത്യൻ പാതിരിമാര് ശ്രമിക്കുകയാണ് ഇത് ഇല്ല, ഇത് കുറച്ച് സ്പെഷ്യലാണ്, ഞങ്ങളുടെ സ്പെഷ്യൽ ആളാണ്, ഇദ്ദേഹം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴും ഇല്ല. അപ്പം ഇറ്റ്സ് മോർ ലൈക്ക് എ ഫ്രണ്ട്ലി ഡിബേറ്റ് ഇനിഷ്യലി അറ്റ്ലീസ്റ്റ്. പിന്നെയുണ്ട് പോർച്ചുഗീസുകാരൊക്കെ വന്നിട്ട് കുറച്ചുകൂടെ സ്റ്റേൺ ആയിട്ട് ക്രിസ്ത്യാനിറ്റി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ at first it takes some damage, but then there is a resistance back, like തിരിച്ച് ക്രിസ്ത്യൻസിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഗോവയില്. അങ്ങനെ കുറെ സ്റ്റോറീസ്. പിന്നെ എന്താണ്, പിന്നെ ചില ക്രിസ്ത്യൻ പാതിരിമാരൊക്കെ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട് ഇൻ ബോത്ത് വേസ്, ഇൻ എ ഗുഡ് വേ ആൻഡ് എ ബാഡ് വേ. ലൈക്ക് ചില പാതിരിമാര് കാഷായ വസ്ത്രങ്ങളിടും, ഫുൾ സാഫ്രൻ റോബ്സ് ഒക്കെ ഇട്ടിട്ട് they started to behave like Hindus. ഇപ്പൊ രാവിലെ എന്തോ പറയുന്നേ, ഈ സൂര്യ നമസ്കാരവും എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഓഫ് വാട്ടർ ടു ഗായത്രി മന്ത്രവും അങ്ങനത്തെ അതേപോലത്തെ അതിനോട് അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള ചില ട്രഡീഷൻസ് ഒക്കെ അവർ കൊണ്ടുവരും. ചിലര് കാസ്റ്റിസം വരെ കൊണ്ടുവരും. ഇറ്റ്സ് എ സാഡ് ഫാക്ട്. ദലിത്സിന്റെ കൂടെ ഇരുന്ന് കഴിക്കത്തില്ല. അപ്പം ഇൻ എ വേ ബ്രാഹ്മിൻസിന് തോന്നുന്നു ഇവര് കുറച്ച് കൂടിയ ആൾക്കാരാണ്. അങ്ങനെയൊക്കെ ഇറ്റ്സ് എ ഇൻട്രസ്റ്റിംഗ് ടേക്ക്, റൈറ്റ്? അതുകൊണ്ട് കുറച്ച് എൻജോയ് ചെയ്ത ബുക്കാണ്. അതർവൈസ് നോട്ട് മച്ച്. പോയട്രി ലാങ് ലീവിന്റെ മുമ്പ് പറഞ്ഞിട്ടുള്ള അത് വായിച്ചു. എനിക്ക് അത് ഗിൽറ്റി പ്ലഷറാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു കുറെ അതിനകത്തുള്ള പോയട്രി ഒക്കെ. അതർവൈസ് നത്തിങ് മച്ച്. ഓർമ്മ കിട്ടുന്നില്ല. അതാണ് ഗുഡ് റീഡ്സിൽ എഴുതി വെക്കണം എന്ന് പറയുന്നത്. ഇപ്പൊ എന്റെ കുട്ടൻസ് മനസ്സിലായി. കുറച്ച് സമയം എടുത്തു. അല്ല, ഞാൻ എന്റെ കിൻഡിൽ അക്കൗണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. കിൻഡിൽ അക്കൗണ്ട് കണക്ട് ചെയ്ത കാരണം കിൻഡിൽ എന്ത് വായിച്ചാലും കയറും. ലൈബ്രറി നടക്കുന്ന തന്നെ കുത്തിക്കയറ്റണം. ഈ ഗൺസ് മിഷനറീസ് ഇതില് നമ്മുടെ മേ ബി സൗത്ത് ഗോവയില് ദ വേ ദേ ഡിഡ് എന്താ പറയാ, മതമാറ്റം വാസ് വെരി ബ്രൂട്ടൽ. ഇഫ് യു ഇൻക്വിസിഷൻ ഉണ്ടായിരുന്നു. അത് സ്പാനിഷ് അല്ല, പോർച്ചുഗീസ്. ഇത് സൗത്ത് അമേരിക്കയിൽ ദേ ഡൺ ദ സെയിം തിങ്. ബ്രൂട്ടലി അവര് ആൾക്കാരെ അതിലെ വൺ ഓഫ് ദ സ്റ്റോറീസ് സിൽവർ ഭയങ്കര ഇതായിരുന്നു പെരുവില്. Apparently they've taken enough silver from that to മഡ്രിഡിലും ബാർസിലോണയിലും സ്ട്രീറ്റ്സ് സിൽവർ വെച്ച് പൊതിയാനുള്ള സിൽവർ അവരോട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അതിൽ അവർ ഈ ചീഫ്റ്റൻസിനെയൊക്കെ അവർ കൊന്നിരുന്നത് ഇത് ഒഴിക്കും, അങ്ങനെയാണ്. കൺവേർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ബിക്കോസ് അവിടെയും പഗൻസ് നമ്മുടെ സൂര്യനും ചന്ദ്രനും ഒക്കെ ആയിരുന്നല്ലോ. അപ്പം വി വർ ലക്കി. കേരളത്തിൽ നമ്മൾ ആക്ച്വലി ഭയങ്കര ലക്കി ആയിട്ടുള്ളൊരു ജനതയാണ് നമുക്ക് ഒരിക്കലും വി ഹവ് ഓൾവേസ് ബീൻ വെൽക്കമിങ് ആണെങ്കിൽ കൂടെ നമ്മുടെ ഇവിടെ റിലീജിയൻ വന്നത് വളരെ പീസ്ഫുൾ വേസിലൂടെ, ട്രേഡ് വഴി ആണ് നമുക്ക് റിലീജിയൻ വന്നേക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആൾക്കാരോട് നമ്മൾ കൾച്ചറലി വളരെ പ്രൊട്ടക്റ്റഡ് ആയിരുന്നു. നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സും ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ ശല്യം ആരെ കൊണ്ടും ഉണ്ടായിട്ടില്ല. വന്നതും വളരെ പീസ്ഫുൾ ആയിട്ട്. അതുകൊണ്ടാണ് നമുക്ക് പീസ്ഫുള്ളി കോഎക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് നമ്മള് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കേരളത്തിൽ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുമ്പം നോർത്ത് ഇന്ത്യയിൽ എങ്ങനെയാണ് റിലീജിയൻ വന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. വൈ ദേ ഹാവ് ദിസ് സോർട്ട് ഓഫ് വയലന്റ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഈച്ച് അതർ എന്നുള്ളതിന്റെ പ്രൈമറി റീസൺ ഇസ് ബിക്കോസ് ദ വേ റിലീജിയൻ പെർമിയേറ്റഡ്, ഡിഫറെന്റ് റിലീജിയൻസ് പെർമിയേറ്റഡ് ഇൻ ദ സൊസൈറ്റി. ഇറ്റ്സ് ആക്ച്വലി ഞാൻ നിങ്ങൾക്ക് ഇന്നാളൊരു ഞാൻ പുതിയതായിട്ട് ഡിസ്കവർ ചെയ്തൊരു യൂട്യൂബർ ആണ്, മണി കാർത്തിക് എന്ന് പറഞ്ഞിട്ട്. ഇട്ടിട്ടുണ്ടോ? തമിഴ്സ് ആൻഡ് മലയാളീസ് ആൻഡ് മെഡഗാസ്കർ. അതില് ഈ ടോക്സ് അബൌട്ട് ഹൗ ജോഗ്രഫിക്കലി നമ്മൾ കുറച്ച് ഐസൊലേറ്റഡ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വെദർ ഇതൊരു കോൺസ്പിറസി തിയറി ആണെങ്കിലും അല്ലെങ്കിലും ജോഗ്രഫിക്കലി വി വർ വെരി ഐസൊലേറ്റഡ്. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് ഏറെക്കുറെ നമ്മൾ രക്ഷിച്ചതും ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ ജോഗ്രഫി പാർട്ട് ടെറൈനാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. നമുക്ക് റിലീജിയൻസ് എല്ലാം പീസ്ഫുള്ളി ആയിട്ടല്ല വന്നിട്ടുള്ളത്.
അധികവും നമ്മുടെ ഈ ട്രേഡിംഗ് ഏരിയ ആയതുകൊണ്ട് കച്ചവടക്കാർ മുഖേനയാണ് പലപ്പോഴും റിലീജിയൻസും പുതിയ ഐഡിയാസ് ഒക്കെ വരുന്നത്. പക്ഷെ ഈ പോർച്ചുഗീസുകാരുടെ കാര്യം പറയുമ്പം അവര് കുറച്ച് വയലന്റ് ആയിരുന്നു. പറ്റാത്തതുകൊണ്ട് അവർ കുറെ ട്രൈ ചെയ്തു. ആക്ച്വലി സക്സീഡഡ് ഇൻ മെനി വേസ്. ഇപ്പൊ ആദ്യം പോർച്ചുഗീസുകാർ വന്നില്ലേ, വാസ്കോ ഡി ഗാമയൊക്കെ വന്നപ്പോൾ ദേവർ നോട്ട് സക്സസ്ഫുൾ ഇനിഷ്യലി. ബിക്കോസ് അവർ വന്നപ്പോഴേക്ക് അവർ നോക്കുമ്പോൾ അറബികളെല്ലാം നല്ല വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഇവർക്ക് അറബികളെ കണ്ടുകൂടാ, കാരണം റൈവൽ റിലീജിയൻ ആണ്. പിന്നെ അവരുടെ പൊട്ടൻഷ്യൽ പ്രോഫിറ്റ്സിന്റെ നല്ലൊരു ഇത് ഇവരുടെ കയ്യിലാണ്. അപ്പൊ ആദ്യകാലത്തിലൊക്കെ ഉറുമി സിനിമയിൽ തുടക്കത്തിൽ ഒരു സീൻ കാണിക്കുന്നുണ്ട്, ഈ മെക്കയിലോട്ട് പോകുന്ന കപ്പൽ കത്തിക്കുന്നതും സാമൂതിരി ഒരു മെസ്സഞ്ചറിന്റെ ചെവിയും നാവും അറുത്ത് കളഞ്ഞിട്ട് പട്ടിയുടെ ചെവി തുന്നി പിടിപ്പിക്കുന്ന, നാവൊക്കെ തുന്നി പിടിപ്പിക്കും. അങ്ങനത്തെ കുറെ ക്രൂരതയൊക്കെ ചെയ്തിട്ടുണ്ട്. അവർക്ക് അപ്പം സാമൂതിരി എപ്പോഴും ഈ അറബികളുടെ കൂടെ അല്ലെങ്കിൽ മാപ്പിളമാരുടെ കൂടെ ആയിരിക്കും നിൽക്കുന്നത്. സോ പുള്ളിക്ക് തുടക്കത്തിലെ ഇവരെ പിടിച്ചിട്ടില്ല. ബട്ട് എനിവേ ദേ ട്രൈ ടു ഗെറ്റ് ഇൻ ടു അവർ സൊസൈറ്റി. ആ സമയത്ത് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് കുറച്ച് ഈ സുറിയാനി ക്രിസ്ത്യൻസ് ആണ് അപ്പർ ക്ലാസ് ആൾക്കാരായിട്ടാണ് കൺസിഡർ ചെയ്തത്. പോർച്ചുഗീസുകാർ വന്ന ശേഷമാണ് പതുക്കെ ഈ ലാറ്റിൻ ക്രിസ്ത്യൻസിന് ആയിട്ടൊക്കെ ബാക്കിയുള്ളവരെ കൺവേർട്ട് ചെയ്തത്. അപ്പൊ അവർക്ക് കാസ്റ്റിസം ഇല്ല. അതൊരു ഗുഡ് പോയിന്റ് ആയിരുന്നു. പിന്നെ ഒരുപാട് റെസിസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ട്. ഒരു പോർച്ചുഗീസ് കമാൻഡർ ഉണ്ടായിരുന്നു, ആൽബർക്കർക്കി എന്ന് പറഞ്ഞിട്ട്. പുള്ളിയെ ഫൈറ്റ് ചെയ്യുക, അതായത് പോർച്ചുഗലിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാമൂതിരി, ഗുജറാത്തിലെ സുൽത്താൻ, ഈജിപ്റ്റ് ഇവരെല്ലാം കൂടെ ചേർന്നൊരു സൈന്യം ഉണ്ടാക്കി, ഒരു കപ്പൽപ്പട ഉണ്ടാക്കിയിട്ട് ഫൈറ്റ് ചെയ്തു. തോറ്റു, പക്ഷെ അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ 1663 ഡച്ചുകാർ വന്നിട്ടാണ് കൊച്ചിയിൽ നിന്ന് പോർച്ചുഗീസുകാരെ അടിച്ചിറക്കുന്നത്. പോർച്ചുഗീസുകാരാണ് ഫോർട്ട് കൊച്ചി സ്ഥാപിക്കുന്നതൊക്കെ. ഡച്ചുകാർ കുറച്ച് സെക്യുലർ ആണ്. ഒരു നല്ല മനുഷ്യരൊന്നുമല്ല, ഒരുപോലെ സ്ലേവറിയുടെ ഒക്കെ വലിയ ആൾക്കാരായിരുന്നു. പക്ഷെ അവർക്ക് ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ട്, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അതൊക്കെയാണ് പിന്നെ മാർത്താണ്ഡവർമ്മ തല്ലി തകർത്ത് ഇറക്കി വിടുന്നത്, കുളച്ചൽ വെച്ച് യുദ്ധം. അപ്പൊ അവര് വന്നിട്ടാണ് പോർച്ചുഗീസുകാരെ ഇവിടെ നിന്ന് ഇറക്കി വിടും. അപ്പൊ അതുവരെ വലിയൊരു സ്ട്രോങ് പ്രസൻസ് ആയിരുന്നു പോർച്ചുഗീസ് കൊച്ചിയിലൊക്കെ. ഒരുപാട് പോർച്ചുഗീസ് വാക്കുകൾ, ഈ അലമാര എന്നൊക്കെ പറയുന്നത് എല്ലാം പോർച്ചുഗീസ് വാക്കുകളാണ്. അതൊക്കെ ജനാല, അതെ, അതൊക്കെ കക്കൂസ് ഡച്ച അല്ല, കക്കൂസ് ഡച്ച. ഈ തൂവാല മേശയൊക്കെ അവരുടെയാണ്. കടലാസ്. ആക്ച്വലി എനിക്കൊരു ബ്രസീലിയൻ കൊളീഗ് ഉണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നതിനെ കുറിച്ച്. എനിക്ക് പോർച്ചുഗീസ് ക്രിയോൾ ഭാഷ ആയിരുന്നു കൊച്ചിയിലെ ഒരു മെയിൻ ഭാഷ. ആ ഭാഷയുടെ ലാസ്റ്റ് സ്പീക്കർ മരിച്ചത് ഈയിടെയാണ്, ലൈക് മേ ബി ഇൻ ദ ലാസ്റ്റ് 10 years or something. ഈയിടെയാണ് ലാസ്റ്റ് സ്പീക്കർ മരിക്കുന്നത്. പക്ഷെ ഈ ചർച്ചില് കാസ്റ്റിസം ഇല്ലാന്നേ ഉള്ളൂ, ക്ലാസിസം നല്ലോണം ഉണ്ട്. ഇഫ് യു ലുക്ക് അറ്റ് ഇതൊക്കെ ത്രൂ ട്രാവൽ, നമ്മൾ ഈ മോണസ്ട്രീസും ക്ലാസിസം, കോൺസെപ്റ്റ് ഇല്ലല്ലോ അവർക്ക്. അങ്ങനെയല്ല, അതായത് പൈസ വരുന്ന വീട്ടിൽ നിന്ന് വരുന്നവര്, അതായത് ഈ മറ്റേ ഇതിലൊക്കെ കോൺവെന്റിലൊക്കെ നല്ല കുടുംബങ്ങളിൽ വരുന്നവർക്ക് കുറച്ചും കൂടെ ബെറ്റർ ജോലിയും എന്താ പറയാ, മീനിയൽ ലേബർ ജോലി കിട്ടില്ല. വളരെ പുവർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്കാണ് അവിടെ ചർച്ചിൽ പോകുമ്പോൾ ഒരു നേരം ഭക്ഷണവും കിടക്കാണ്ടും ഫുഡ് ആൻഡ് ഷെൽട്ടറും ഉണ്ടെന്നല്ലാണ്ട് ഗിവൺ ജോബ്സ്. എല്ലാവർക്കും ഒരേപോലെ അല്ല അവിടെ ജോബ് കൊടുക്കുന്നത്. ഒരു ബാച്ച് ആൾക്കാർ ഒരുമിച്ച് വരികയാണെങ്കിൽ എല്ലാവർക്കും ഒരേമാതിരി അല്ല. ദളിത് ക്രിസ്ത്യൻസിനെയൊക്കെ പള്ളിയുടെ പുറത്തു നിർത്തിയ ചരിത്രമൊക്കെ ഉണ്ട്. അപ്പം അവരെ ഇപ്പം ഞാനത് ക്ലിയർലി കാസ്റ്റിസം എന്നേ പറയത്തുള്ളൂ. ചിലര് ഇപ്പം മുസ്ലിംസിന്റെ ഇടയിൽ പോലും ഉണ്ട് കാസ്റ്റിസം ഉണ്ട്. നമ്മളത് കാസ്റ്റിസം ഇല്ലെന്ന് പറയുമെങ്കിൽ പോലും ഓശാന്മാരെന്നൊരു വിഭാഗമുണ്ട്. അത് ബേസിക്കലി ദേ ആർ
മൊസാന. ബാർബേഴ്സ്. അപ്പൊ അവരാണ് ബാർബേഴ്സ്, അവരാണ് സർക്കംസൈസ് ചെയ്യുന്നവരൊക്കെ. അവരെയൊക്കെ ഒരു കമ്മ്യൂണിറ്റി ആണെന്ന് അവർ പറയുന്നു, പക്ഷെ അത് ഒരു മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനെ ഞാൻ കാസ്റ്റിസമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് സെമാൻറ്റിക്സ്, ബട്ട് ഉണ്ടായിരുന്നല്ലോ വെളുത്ത ജ്യൂസിനും കറുത്ത കൊച്ചിയില് they had, അത് അത് the white, the വംശീയമാണ്. Sephardic, അസ്കനാസിയും സെഫാർഡിക്കും Sephardic, പരദേശി ജ്യൂസ് എന്നൊക്കെ പറയുന്നു. പരദേശി. ഇപ്പൊ അതില് ഇവിടത്തെ ആൾക്കാർക്ക് എൻട്രി ഉണ്ട്. തിരിച്ചും when they get married also അവർക്ക് ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ കല്യാണം നടക്കുമ്പോ മിക്സ്ഡ് ആയിട്ട് കല്യാണം നടത്താൻ അവർക്ക് താല്പര്യമില്ല. നടത്തിയാൽ തന്നെ യു വിൽ ബി ഔട്ട് ഓഫ് ദ പരദേശി. ഫ്യൂ ആർ എ പരദേശി ജൂ മാരിഡ് ഇന്ത്യൻ ജൂവിനെ കല്യാണം കഴിച്ചാൽ അവിടുന്ന് പള്ളിയിൽ നിന്ന് പുറത്താക്കാന്നൊക്കെയുള്ള കേസ് ഉണ്ട്. അതും വരെ ഉള്ള സെറ്റപ്പ് ഉണ്ട് അവർക്ക്. അത് പക്ഷെ ഒരു ഒറിജിനാണ്. അത് വേണമെങ്കിൽ കമ്മ്യൂണിറ്റി ആയിട്ട് പറയാം. കാരണം they don't think one is beneath each other or something like that. Maybe they do, പക്ഷെ അത് it's more They do. racism rather than casteism. റേസിസത്തിൽ നിന്നും സ്റ്റെം ചെയ്യുന്നതാണ്. വെളുത്തയും കറുത്തയും they don't think they're lesser Jews, they think they're better people. അങ്ങനെ കാസ്റ്റിസം എല്ലായിടത്തും നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട്, എല്ലാ മതത്തിലും കൊണ്ടുവച്ചിട്ടുണ്ട്. So anyway, so it is such, മനു എസ് പിള്ള ചെയ്തേക്കെന്ന് വെച്ചാല് പുള്ളി ആ ഒരു ചെറിയൊരു വളരെ നീഷായിട്ടുള്ള ഒരു നാരോ ഒരു സെക്ഷൻ മാത്രം എടുത്തിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള സ്പേസേ ഉള്ള ആ ബുക്കിൽ. വേറെ ഒന്നും നമുക്ക് തൊടാൻ പറ്റുന്നില്ല. ഈ ഒരു ക്രിസ്ത്യാനിറ്റി ഹിന്ദുയിസം ആ ഒരു ഇന്ററാക്ഷൻസ് ഭയങ്കര രസമാണ്. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ ഹിസ്റ്റോറിക്കൽ ടിഡ്ബിറ്റ്സ് കേൾക്കാനും വായിക്കാനൊക്കെ ഇഷ്ടമാണെങ്കിൽ then it's a very good well researched book. സോ അതാണ് സീരീസ് വിത്ത് ആർപ്പോ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുമായിട്ട് yes, കൊളാബറേറ്റ് സാഗ. അതിൽ ഇപ്രാവശ്യത്തെ എപ്പിസോഡ് വാസ് ഓൺ കൊച്ചിൻ റോയൽ ഫാമിലിനെ കുറിച്ച്. കമ്മ്യൂണിസ്റ്റ് പ്രിൻസ് കമ്മ്യൂണിസ്റ്റ് നല്ലതായിരുന്നു. നല്ലതായിരുന്നു. അതായിരുന്നു ഇപ്പം ഈയിടെ കേട്ടോണ്ടിരുന്നത് ഞാൻ. Nice. Any books that you picked up in English and dropped? മിഡ്നൈറ്റ് ഫീസ്റ്റ്, ലൂസി ഫോളി, റിപ്പീറ്റേറ്റീവ്. സെയിം സാധനമായിരിക്കും അല്ലേ? ഒരേ ബോംബ് കഥ. അതേ ബോംബ് കഥ. അതുകൊണ്ട് അത് വിട്ടു. ബുക്ക് ഷോപ്പും ഇപ്പൊ ജാപ്പനീസില് മറ്റേ ഒരു പ്രത്യേക തരത്തിലുള്ള ബുക്സിന് ഭയങ്കര, ഐ ഡോണ്ട് നോ വാട്ട് ദ ജോണർ ഇസ് കോൾഡ്, ഒരു പ്രത്യേക തരത്തിലുള്ള ബുക്സിന് ഭയങ്കര കുറെ പൂച്ചയും ഇതൊക്കെയുള്ള ഇതുണ്ടല്ലോ, കാറ്റ് ലൈബ്രറി എന്നൊക്കെ പറയുന്ന മാതിരി സെറ്റപ്പ്. അങ്ങനെ ഒരെണ്ണമായിരുന്നു. എന്തോ ബുക്ക് ഷോപ്പ് മൂവണോ അങ്ങനെ എന്തോ. പ്രമിസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അഗെയിൻ സെൻട്രൽ ക്യാരക്ടർ പ്രത്യേകിച്ച് ജീവിതത്തിൽ ഉദ്ദേശമൊന്നുമില്ല, സിംഗിൾ ആണ്, ഡിവോഴ്സ്ഡ് ആണ്, അങ്ങനെ എന്തോ ആണ്. ആ പുള്ളിക്കാരത്തി ഇങ്ങനെ ആൾക്കാർക്ക് ബുക്സ് സജസ്റ്റ് ചെയ്യും. ഷീ മീറ്റ്സ് ഡിഫറെന്റ് പീപ്പിൾ ടു ഹൂം ഷീ സജസ്റ്റ് സ്പെസിഫിക് ബുക്സ്. ഇപ്പൊ ഞാനിപ്പോ സാൻഡി മീറ്റ് ഞാൻ സാൻഡിക്ക് ഒരു പുസ്തകം ഞാൻ സജസ്റ്റ് ചെയ്യും, അങ്ങനെ ലൈക്ക് പ്രമിസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബട്ട് ദെൻ എനിക്ക് അതിലൊരു പോയിന്റ് ഒന്നും തോന്നിയില്ല. ഇതിൽ നിന്ന് ഈ കൈമാറ്റത്തിൽ നിന്നും ഇവർക്ക് എന്താണ് ഇവരിത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കും ഐ ലോസ്റ്റ് ദ പ്ലോട്ട്. അപ്പൊ ബുക്ക് എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. ഐ മൈറ്റ് ഗിഫ്റ്റ് ഇറ്റ്, അല്ല ഗിവ് അവേ കൊടുക്കാവുന്ന ഐറ്റമാണത്. എപ്പോഴാണ് ട്രിക്കും അനൂപ് വല്ലതും ഡ്രോപ്പ് ചെയ്തോ? ഡ്രോപ്പ് ചെയ്തില്ല, ഒരെണ്ണം ഇൻ പ്രോഗ്രസ് ആണ്. 100 years of solitude ലൈബ്രറി ബുക്കാണ്. ലൈബ്രറിയിൽ ചേച്ചി ആദ്യമായിട്ട് മുഖം കറുത്ത് സംസാരിച്ചു, ഇത്രയും നാളൊന്നും ബുക്ക് കയ്യിൽ വെക്കാൻ പാടില്ലെന്ന്. റിന്യൂ ചെയ്യുന്നപ്പോ 6 മാസം കണ്ട് ബുക്ക് കയ്യിലിരുന്നു, 2-3 ബുക്കുകൾ പോകാൻ പറ്റിയില്ല ലൈബ്രറിയിലേക്ക്. ഇതന്നെ പ്രശ്നം. ലൈബ്രറിയിൽ സൈഡിൽ ഒരു ഡോർ കൂടി ഇട്ടാ മതി, ബുക്ക് ആരുടെയും മുഖം കറുപ്പ് കാണണ്ട. ഇവിടെ അതെ ഒരു ചെറിയ ഓട്ടുണ്ട്, അത് ഇട്ടിട്ട് ആ കണ്ടം വഴി കൈ മാത്രമേ വരൂ. ആ നാണക്കേട് ഒഴിവാക്കാം. എനിക്ക് തീർക്കാൻ പറ്റാത്തൊരു ബുക്ക്, ആക്ച്വലി തുടങ്ങാൻ പറ്റാത്തൊരു ബുക്ക് ഉണ്ട് കേട്ടോ. സോജി ഷിമാദയുടെ ടോക്കിയോ സോഡിയാക് മർഡേഴ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വായിച്ച് തീർത്തതാണ്. ഇറ്റ്സ് ലൈക്ക് വൺ സിറ്റിംഗ് ഓർ സംതിങ്. പക്ഷെ സെക്കൻഡ് ബുക്ക് ഉണ്ടല്ലോ, ആ ഒരു പേര് മറന്നുപോയി, മിറർ ഒക്കെ ഉള്ളൊരു ഹൗസ്. സോ എനിവേ ഇത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ
ഒരുപാട് ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. കുറെ ക്യാരക്ടേഴ്സ് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല ആരാരാന്നുള്ളത്. സോ ദാറ്റ് എന്നെ ഡിസ്ട്രാക്ട് ചെയ്തു. സോ മേർഡർ ഇൻ ദ ക്രൂക്കഡ് ഹൗസ് ആണോ? യെസ്, മർഡർ ഇൻ ദ ക്രിക്കറ്റ് ഹൗസ്. അപ്പൊ അത് ഡിസ്ട്രാക്ട് ചെയ്തു. അതുകൊണ്ട് എനിക്ക് അത് തീർക്കാൻ പറ്റിയില്ല. അത് വീണ്ടും അത് എടുത്ത് വായിക്കണം. എനിക്ക് 3 ബുക്സ്, 3 നല്ല ബുക്സ് ആണ്. ഡെഫിനറ്റ്ലി 3 ഐ വുഡ് ലൈക്ക് ടു ഫിനിഷ്. ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ദ പിൽഗ്രിം എന്ന് പറഞ്ഞിട്ടൊരു മിഡീവൽ ഹൊറർ. ഇത് നമ്മുടെ ക്രൂസൈഡ്സിന്റെ സമയത്ത് ടെറി ആ, ഹെയ്സ് ആണോ? ഏ ടെറി ഹെയ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓത്തറിന്റെ ആണോ അത്? അല്ല അല്ല ദ അല്ല പിൽഗ്രിം. പിൽഗ്രിം മിഡീവൽ ഹൊറർ. സോറി, അത് ദ പിൽഗ്രിം ആണ്. മിച്ചൽ ലൂത്തി. അപ്പോൾ ഇത് ഇപ്പം ഒരു ദർ ഇസ് എ ബഞ്ച് ഓഫ് പീപ്പിൾ. അവരുടെ കയ്യിലൊരു ഒരു സ്ട്രേഞ്ച് ഒരു ആർട്ടിഫാക്റ്റ് ഉണ്ട്. ആ ആർട്ടിഫാക്റ്റും കൊണ്ട് അവർക്ക് ഡെസേർട്ട് ക്രോസ് ചെയ്ത് ബേസിക്കലി ഗോ ഫ്രം ജെറുസലേം ആൻഡ് ക്രോസ് ദ ഡെസേർട്ട് ആൻഡ് ടേക്ക് ഇറ്റ് ടു അനദർ പോയിന്റ്. ആൻഡ് ഇറ്റ് ഇസ് റിയലി ഗുഡ്. പക്ഷെ പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിൽ കണ്ടിന്യൂറ്റി കിട്ടിയില്ല. അത് എനിക്ക് വായിച്ച് തീർത്താക്കൊണ്ടാണ് ഞാൻ ആ ഓഡിയോ ബുക്ക് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ബുക്കിലോട്ട് മാറി ഇങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് പോയതല്ലാതെ എനിക്ക് 1/3 ഞാൻ വായിച്ചു. അത് എനിക്ക് ഡെഫിനറ്റ്ലി ഫിനിഷ് ചെയ്യണമെന്നുണ്ട്. പിന്നെ രണ്ടാമത്തേത് ഒരു ആഫ്രിക്കൻ അമേരിക്കൻ റൈറ്റർ ഉണ്ട്, ടനനറീവ് ഡ്യൂ എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരത്തി ഭയങ്കര ഹൈലി അക്ലൈംഡ് ഫോർ റൈറ്റിംഗ് ആഫ്രിക്കൻ അമേരിക്കൻ സ്റ്റോറീസ്. പുള്ളിക്കാരത്തിൻ്റെ ഒരു പുസ്തകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചേച്ചിയും അനിയനും ഉണ്ട്. അനിയൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കൊച്ച്, ചേച്ചി ഈസ് ബെയർലി ലൈക്ക് 17, 16, 17. ഇവർ രണ്ടുപേരും മറ്റേ പ്രൊഹിബിഷനിലുള്ള മറ്റേ സെഗ്രിഗേഷനൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് US ജീവിച്ചിരുന്ന ആളുകളാണ്. അപ്പം ഈ ഒരു അയൽവക്കത്തെ വെളുത്ത പയ്യനെ അറ്റാക്ക് ചെയ്തതിന് ഈ ചെറുക്കനെ ഒരു റിഫോമേറ്ററിയിലോട്ട് അയക്കും. അപ്പോൾ ഈ ചെറുക്കന് മറ്റേ സ്പിരിറ്റ്സിനെ കാണാൻ പറ്റും. ഷൈനിങ് കേപ്പബിലിറ്റി ഉണ്ട്. ഷൈനിങ് അല്ലല്ല, സ്പിരിറ്റ്സിനെ കാണാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. സോ ടിൽ ദെൻ ഇറ്റ് വാസ് എ ഗിഫ്റ്റ് ഫോർ ഹിം. കാരണം ഇവന് അമ്മയെ കാണാൻ പറ്റുമായിരുന്നു. മൂമെന്റ് ഹി ഗോസ് ഇൻ ടു ദ റിഫോമേറ്ററി ഹി സ്റ്റാർട്ട് സീയിങ് ഓൾ ദ കിഡ്സ് ഹു ആർ കിൽഡ് ദെയർ. അപ്പോൾ ഭയങ്കര ഹെവിയാണ്. യു നീഡ് ഡെഫിനറ്റ് ഫോക്കസ്. അപ്പം അഗൈൻ ഐ പ്ലാൻ ടു ഫിനിഷ് ഇറ്റ്. ഐ എം ഹോപ്പിംഗ് ഐ ക്യാൻ ഫിനിഷ് ഇറ്റ്. അത് രണ്ടാമത്തത്. പിന്നെ മൂന്നാമത്തത് സ്റ്റീഫൻ ഗ്രഹാം ജോൺസിന്റെ സോറി, എന്റെ പേരൊന്നും കൂടെ പറയാമോ? മറ്റേ ദ റിഫോമേറ്ററി. ഇത് സാൻഡി ഒരിക്കൽ സജസ്റ്റ് ഈ ഓത്തറിന്റെ വേറെ ബുക്ക് പുള്ളിക്കാരത്തിന്റെ വേറൊരു ബുക്ക് ഞാൻ പറഞ്ഞായിരുന്നു, ഒരു വെല്ലിനെ കുറിച്ചുള്ളത്, വിഷിംഗ് വെൽ എന്ന് പറഞ്ഞിട്ട് ആൻഡ് അതർ സ്റ്റോറീസ്. പിന്നെ ലാസ്റ്റ് വൺ ഈസ് അഗെയിൻ സംതിങ് ഐ ഹാവ് ലെഫ്റ്റ് ഹാഫ് വേ. അത് നമ്മുടെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഹൊറർ റൈറ്റേഴ്സിൽ സ്റ്റീഫൻ ഗ്രഹാം ജോൺസ് എന്ന് പറഞ്ഞൊരു പ്രൊഫസറുണ്ട്. ഈസ് എ നേറ്റീവ് അമേരിക്കൻ ഹെറിറ്റേജ് ഗൈ. ഹിസ് സ്റ്റോറീസ് ആർ ഓൾ നേറ്റീവ് അമേരിക്കൻ ഹെറിറ്റേജ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ബഫല്ലോ ഹണ്ടർ എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. it's about a creature who's in the human form but not clearly human. In the time of ഈ മറ്റേ അമേരിക്ക കോളനൈസ് ചെയ്യുന്ന സമയത്തെ കഥയാണ്. ഐ മീൻ ഇതൊരു 2-3 സെഞ്ചുറീസ് സ്പാൻ ചെയ്ത് നടക്കുന്ന സംഭവങ്ങളുടെ കഥയാണ്. അഗെയിൻ ഗുഡ് ബുക്ക്, ബട്ട് ഐ ഹാവ് സ്ട്രഗിൾഡ് ത്രൂ ഇറ്റ്. I have struggled for continuity എന്ന് വേണേൽ പറയാം. കാരണം I think you have to do this in one sitting, otherwise you just lose interest. ഉഗ്രൻ ഓഡിയോ ബുക്കാണ്. നല്ല റെക്കോർഡിംഗ് ക്വാളിറ്റി ഒക്കെ is incredible, but somehow I could not get through this. Again, no bad books, just books that don't work for us, right? എനിക്ക് I want to at least the first 2 ഇതിൻ്റെ അകത്ത് I really want to make them work.
I want to read more than listen എന്ന് എനിക്ക് ട്രൈ ചെയ്താൽ ഐ wanted to look at how many audiobooks എൻ്റെ അടുത്ത് ആ numbers ഇല്ല. I don't have the numbers, but I had a feeling last year I listened to more audiobooks than I actually read physically. I think I want to കുറച്ചും കൂടെ മൈൻഡ്ഫുൾ ആയിട്ട് ഇരുന്ന് വായിക്കണം എന്നൊരാഗ്രഹം എനിക്കുണ്ട്. പ്രാവശ്യം നടക്കുമെന്നറിയില്ല. നടക്കുമായിരിക്കും. ഞാൻ തിരിച്ചാട്ടോ, ദിസ് ഇയർ ഐ വോണ്ട് ടു ലിസൺ മോർ ബിക്കോസ് ഐ എം നോട്ട് ഏബിൾ ടു റീഡ്. No, it's an act of എനിക്ക് നമ്മുടെ ഈ ഫോണിന്റെ പ്രശ്നം ഉണ്ടല്ലോ, നമുക്ക് ഫോണിൽ തോണ്ടിയിരിക്കുന്ന പ്രശ്നം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. ദിസ് ഇയർ ഐ റെഡ്യൂസ് യൂട്യൂബിൽ ഞാൻ എന്റെ ഡിപ്പെൻഡൻസി ഞാൻ നല്ലോണം കുറച്ചു. പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ ആരെങ്കിലും റീൽ അയച്ചു അപ്പം ഞാൻ അതിന്റെ പിന്നാലെ പോയി. പിന്നെ കുറഞ്ഞേരം കഴിഞ്ഞ് നോക്കുമ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. നിങ്ങൾക്കൊക്കെ റീൽ അയച്ചു കൊല്ലണത് ഞാനാന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഞാനിങ്ങനെ ആരെങ്കിലും റീൽ അയക്കുമ്പോ കേറുമ്പോ പറ്റണതാണ് അതൊക്കെ. എനിക്ക് ഞാൻ എന്തെങ്കിലും നോക്കാൻ വേണ്ടി ഫോൺ എടുക്കുന്നേ, കേറുമ്പോ പിന്നെ ഇൻസ്റ്റാഗ്രാമിലോട്ട് ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാ അറിയുന്നത് ദൈവത്തിനറിയാം. ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലോക്ക് ഇടണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ടൈം ലോക്ക് എന്തെങ്കിലും വേണം. അൺഇൻസ്റ്റാൾ ചെയ്യണം മിക്കവാറും. അൺഇൻസ്റ്റാൾ ചെയ്താൽ ഞാൻ ചിലപ്പോ മറ്റേത് വഴി കയറും, ബ്രൗസർ വഴിയൊക്കെ കയറും ചിലപ്പോ. അങ്ങനെയൊക്കെ ചെയ്ത് കളയും. സെൽഫ് കൺട്രോളിന്റെ കുറവാ. ലോഗ് ഓഫ് ചെയ്ത് വെച്ചാൽ മതി. ഞാനൊരു പുതിയ റെസൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. വർക്കൗട്ട് ആവുമെന്നറിയില്ല. ബേസിക്കലി ചെറുക്കനെ കൊണ്ട് വായിപ്പിക്കാൻ വേണ്ടി തൂക്കി എടുത്തോണ്ട് ലൈബ്രറിയിൽ ഇടുക, 1 മണിക്കൂർ അവിടെ ഇരുത്തുക, ഞാൻ കൂടെ ഇരിക്കാൻ പോവുക. അപ്പൊ എല്ലാ ദിവസവും നടക്കൂല, അവന് കുറച്ച് ക്ലാസ് ഒക്കെ ഉള്ള ദിവസം ഉണ്ട്. പക്ഷെ അല്ലാത്ത ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഐ വോണ്ട് ടു ഡു ദിസ്. ഇറ്റ്സ് എ ഗുഡ് ഐഡിയ ആക്ച്വലി. നോക്കട്ടെ നടക്കുമെന്നറിയില്ല. We'll figure out. Anything else? Any parting thoughts? Anything to add? അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ വൺസ് അഗെയിൻ. ഈ വർഷം വായിച്ച് തകർക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. Till then, this is Idhapuram signing off. Lekha, Krishnakumar, Anoop and Sandeep. Bye-bye. ഹാപ്പി ന്യൂ ഇയർ. Happy New Year. ഹാപ്പി ന്യൂ ഇയർ.